എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. അല്ലെ, ഇന്നലെ ഉണ്ടായില്ല. നമ്മള് ഇനിയിപ്പോ ഈ വർഷം 2025 എന്ന് പറയുന്ന മഹത്തായ ഒരു വർഷത്തിന്റെ അവസാന നാളിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ ആ വാക്ക് അടിവരയിട്ട് പറയാണ്, മഹത്തായ എന്നുള്ളത്. കാരണം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായ ഒരു വർഷമാണ്. വലുതെന്ന് പറഞ്ഞാൽ, ഏറെക്കുറെ പറഞ്ഞാൽ എന്താ പറയാ, വിചാരിച്ചതൊന്നും നടന്നില്ലെന്നോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മിറാക്കിൾ സംഭവിച്ചു എന്ന് പറഞ്ഞാലും, പക്ഷെ ആഗ്രഹിച്ച പോലുള്ളൊരു ജീവിതം, ഞാൻ വർഷങ്ങളായിട്ട് എഴുതി വെച്ച പോലുള്ള ജീവിതത്തിന്റെ നാളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വരാനുണ്ട്, പക്ഷെ ഈ എത്രയോ വർഷങ്ങൾ 3-4 പുസ്തകങ്ങൾ ഇരുന്ന് എഴുതിയത്, പിന്നെ എൻ്റെ കഥകളിലും മനസ്സൊരു വിസ്മയത്തിലേക്ക് എഴുതിയ കഥാപാത്രങ്ങളും അതിലെ പ്രധാന കഥാപാത്രത്തിലേക്ക് ഞാൻ എത്താൻ, എന്നെ തന്നെ പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള വളർച്ച ചെറിയ രീതിയിലാണെങ്കിലും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വലിയൊരു ഗുണം. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ചാനല് 1 വർഷമായി തുടങ്ങിയിട്ട്. യൂട്യൂബ് ചാനല് 1 വർഷം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കൃത്യമായി തുടങ്ങിയത്. 1 വർഷവും 4 മാസവും കൂടി ആയപ്പോൾ നമുക്കൊരു മൈൽ സ്റ്റോൺ, വളരെ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ, 100,000 സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വലിയൊരു മൈൽ സ്റ്റോണും 7 മില്യണിലധികമുള്ള വ്യൂസുമുള്ള ഒരു ചാനലായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതും ഒരു വലിയ ഗുണകരം. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ 20,000, ഇൻസ്റ്റയിൽ ഏകദേശം അത്ര തന്നെ, ഇൻസ്റ്റയിലും ഒക്കെയുള്ള ഒരു പ്രസൻസ് നമുക്കുണ്ടായി. അതിനേക്കാളും ഒക്കെ എന്നെ സന്തോഷിപ്പിക്കുന്നത്, ഒരുപാട് ജീവിതങ്ങളിലെ, ഒരുപാട് കുടുംബങ്ങളിലെ, ഒരുപാട് അമ്മമാരിൽ, ഒരുപാട് അച്ഛന്മാരിൽ, ഒരുപാട് മക്കളിൽ, ഒരുപാട് കൊച്ചുമക്കളിലൊക്കെ വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട്, അവരാഗ്രഹിച്ച മാറ്റം, അവർക്ക് വേണ്ടുന്ന മാറ്റം, അവർ കാക്ഷിക്കുന്ന മാറ്റം ഉണ്ടാക്കാനുള്ള ചെറിയൊരു ഇൻഫ്ലുവൻസ് നടത്താൻ ഞാൻ മാറ്റി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അതെല്ലാം ദൈവഹിതം എന്ന് മാത്രം വിചാരിക്കുന്നു. പക്ഷെ അതിനുള്ള ചെറിയൊരു തുടക്കം കുറിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ സാധിച്ചു എന്ന് സന്തോഷപൂർവ്വം, നിങ്ങൾ എല്ലാവരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷപൂർവ്വം മനസ്സിലാക്കുന്നു, ചെയ്യുന്നു. പിന്നെ ഞാൻ അധികം, നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് കൂടുതൽ പബ്ലിക്കിലേക്ക് അങ്ങനെ വരുന്നത് വളരെ കുറവാണ്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് മാത്രമേ ഞാൻ വരാറുള്ളൂ. അതുകൊണ്ട് പബ്ലിക് അപ്പിയറൻസ് കുറവാണ്. അതുകൊണ്ട് പബ്ലിക്കിലെ ഒപ്പീനിയൻ എനിക്കല്ല, നിങ്ങൾ പറഞ്ഞ ഒപ്പീനിയൻ മാത്രമേ എനിക്കറിയുള്ളൂ. ഏതായാലും യൂട്യൂബ് വീഡിയോസിന്റെ താഴെയും ഫേസ്ബുക്കിന് താഴെയൊക്കെ കാണുന്ന കമന്റുകളൊക്കെ കാണുമ്പോൾ പബ്ലിക് ആണല്ലോ അത്. അപ്പൊ അവരൊക്കെ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. അല്ലാതെ ആരും നമ്മളെ രീതി വേറെ ഒന്നും പറയാനൊന്നുമില്ല. അപ്പൊ ഈവൻ പുസ്തകം ആയിക്കഴിഞ്ഞാലോ, 6ഓളം പുസ്തകങ്ങളാണ് ഇപ്പൊ നമ്മൾ 1 വർഷം കൊണ്ട്, 2023 ആദ്യത്തെ പുസ്തകം എഴുതിയെങ്കിലും 24 ശേഷമാണ് അത് വിൽക്കാൻ തുടങ്ങിയത്. 25 ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ പുസ്തകം 4 എഡിഷനായിട്ട് മനസ്സൊരു വിസ്മയം, 2 എഡിഷനായിട്ട് മറ്റു പുസ്തകങ്ങളും ഒക്കെ, സെക്കൻഡ് 3rd എഡിഷൻ വരെ മറ്റു പുസ്തകങ്ങളും ഒക്കെ എത്തി. ഇനിയിപ്പോ 2026 2 പുസ്തകം കൂടി റെഡിയാ വരുന്നുണ്ട്. മനസ്സൊരു വിസ്മയത്തിന്റെ ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകവും, അതുപോലെ തന്നെ മാസ്റ്റർ യുവർ ബിസിനസ് എന്നുള്ള ബിസിനസ് ബുക്കിന്റെ മലയാളം വെർഷൻ 2 റെഡിയായിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് അത് അനൗൺസ് ചെയ്യപ്പെടും. പുസ്തകങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചവരെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹീലിംഗിന്റെ സാധനങ്ങളെല്ലാം, ബ്രേസ്ലെറ്റ് ആയിക്കഴിഞ്ഞാലോ സ്റ്റോണുകൾ ആയിക്കഴിഞ്ഞാലോ ഒക്കെ ജീവിതത്തിൽ വലിയ മാറ്റം എല്ലാവർക്കും ഉണ്ടാക്കുന്നുണ്ട് എന്നും, എനിക്ക് തന്നെ വലിയ മാറ്റത്തിന് കാരണമുണ്ടാക്കിയ കുറേ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി എന്നൊക്കെ ഈ സമയത്ത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയാണ്, ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മാറ്റങ്ങളുണ്ടെന്ന് പറയാനുള്ളവർക്ക് ഇപ്പൊ പറയാനുള്ള ഒരു അവസരം, ഇന്നും നാളെയൊക്കെ ക്ലാസ്സിൽ നിങ്ങൾ പറയണം. മറ്റുള്ളവർക്ക് അത് പ്രചോദനമായി മാറണം. കഴിയുമ്പോൾ പേര് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം പറയുമ്പോൾ. കാരണം പേരുകൾ ഇങ്ങനെ ഇതിപ്പോ കുറേയോ വർഷങ്ങളും ഇങ്ങനെ പോകുന്ന യൂട്യൂബാണ്. അപ്പൊ പേരുകൾ തൽക്കാലം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ തന്നെ അനുഭവങ്ങൾ പറയുക. അതുപോലെ ഇനിയിപ്പോ 2026 നമ്മൾ സമഗ്രമായ ഒരു മാറ്റത്തിന് വിധേയമാകുന്നു. കാരണം നമ്മൾ ട്രെൻഡ് മാറുന്നതനുസരിച്ച്, യൂട്യൂബിന്റെ കുറെ അൽഗോരിതം മാറുന്നതനുസരിച്ച് പലതും നമ്മൾ മാറ്റേണ്ടി വരും. ലോങ് വീഡിയോസ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ പോകുള്ളൂ. എന്നാലും
നമ്മൾ അതും കൂടെ ഉണ്ടാവും. കാരണം ഒരുപാട് അമ്മമാർക്കും ഒരുപാട് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന അമ്മമാർക്കൊക്കെ നമ്മുടെ വീഡിയോസ് കൊണ്ട് വലിയൊരു ഗുണം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ സ്പിരിച്വാലിറ്റിക്ക് ഇനി കൂടുതലുള്ള ഒരു ക്ലാസ്സുകളും അതുപോലെ തന്നെ ബിസിനസ് ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും സഹകരണം കൂടി വേണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവണമെങ്കിലുള്ള പ്രവർത്തനത്തിനോട് നിങ്ങൾ തയ്യാറാവണം. അതുപോലെ തന്നെ നാളെ നമുക്ക് യോഗ മെഡിറ്റേഷന്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ഇനി മുതൽ ഒരു ഹാപ്പി ന്യൂസും കൂടി നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ യോഗയും മെഡിറ്റേഷനും ഒന്നിച്ചായിരിക്കും ഇനി മുതൽ നടക്കുന്നത്. ഞാൻ തന്നെ നേരിട്ടായിരിക്കും യോഗ ചെയ്യിപ്പിക്കുന്നതും മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുന്നതും. ഇനി വേറൊരാൾ തേർഡ് പാർട്ടി അല്ല. കാരണം വെച്ചാൽ നമുക്ക് കുറച്ച് സമഗ്രമായ മാറ്റം യോഗയിൽ നടത്താനുണ്ട്. ഹാപ്പിനെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനനുസരിച്ചുള്ള ഒരു വളരെ എല്ലാവർക്കും ഫ്ലെക്സിബിളായി ചെയ്യാൻ പറ്റുന്ന യോഗ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനോട് മെഡിറ്റേഷനും ഒരുപാട് മെഡിറ്റേഷൻ വലിയ മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായ മെഡിറ്റേഷനിലൂടെ നമുക്ക് സമഗ്രമായിട്ടുള്ള മാറ്റത്തിന്, ഇൻക്ലൂഡിങ് രാത്രി കിടക്കുമ്പോൾ യോഗനിദ്ര അടക്കമുള്ള മെഡിറ്റേഷൻ ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ സ്പിരിച്വാലിറ്റിയിലും നമ്മൾ അടുത്ത ഇപ്പോൾ രണ്ടാമത്തെ തലത്തിലേക്ക് പോയി. ഇനിയിപ്പോ അടുത്ത ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് കയറാൻ കൂടി നമ്മൾ തയ്യാറാവണം. ടോട്ടൽ 12 സ്റ്റേറ്റ്സ് ഓഫ് സ്പിരിച്വൽ അവേക്കിങ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. 12 സ്റ്റേറ്റുകളിലേക്ക് കടക്കാനുള്ള യാത്രയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി ചെയ്യുന്നത്. 7 സ്റ്റെപ്പുകൾ വരെ നമുക്ക് ചെയ്യാം. അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് അപ്പുറത്ത് കിടക്കുന്ന ശക്തികളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നതെന്ന് അറിയാം. എന്നാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മളെല്ലാവരും നിങ്ങളെല്ലാം കൂടെ ഉണ്ടാവും. ലോങ് ടൈം ആയിട്ടുള്ള വിഷനാണ്, വലിയ വിഷനുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഹാപ്പിനെസ് മാസ്റ്ററി അപ്പുറത്തേക്ക് ഹാപ്പിനെസ് ചാരിറ്റി ട്രസ്റ്റും കൂടി ഒരുപാട് പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വൈകുന്നേരത്തെ സന്ധ്യാവന്ദനമായിക്കോട്ടെ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ക്ലാസ് ആയിക്കോട്ടെ, ആരോഗ്യത്തിന്റെ ക്ലാസ് ആയിക്കോട്ടെ, നാമജപം ആയിക്കോട്ടെ, ആത്മീയമായിട്ടുള്ള കുറെ കാര്യങ്ങളായിട്ട് ഒക്കെ ഹാപ്പിനെസ് ചാരിറ്റി ട്രസ്റ്റിന്റെ കീഴിൽ ഒരുപാട് ആൾക്കാർ, നമ്മുടെ ഒരുപാട് ടീച്ചർമാരും ഒക്കെ കൂടി ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തിന് നിങ്ങളുടെ അകമഴിഞ്ഞ സംഭാവനകൾ വേണം. നമുക്ക് ഈ വർഷം 2026 തന്നെ ആദ്യത്തെ ഭവനം കൊടുക്കാനുണ്ട്. അപ്പൊ അതിനുള്ള ഫണ്ടുകൾ ഇപ്പോൾ ഞങ്ങൾ തന്നെ ട്രസ്റ്റിലുള്ള ആൾക്കാർ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് നിങ്ങൾക്ക് ഗുഡ് ന്യൂസ്, ഗുഡ് റിസൾട്ട് കിട്ടുമ്പോൾ തരുന്ന കാശും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇവിടുന്ന് വന്നിട്ട് റിസൾട്ടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഗുണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കാശ് അക്കൗണ്ടിലേക്ക് അയക്കാം. അക്കൗണ്ട് നമ്പർ ചോദിച്ചാൽ മതി, തരാം. കാരണം പലതുള്ളി പെരുവെള്ളം എന്ന് മാത്രമാണ് പറയാം. വലിയ സംഭാവനകളൊന്നും നമുക്ക് തരാൻ വലിയ ആൾക്കാരും നമ്മളില്ല. നമ്മളെല്ലാം സാധാരണക്കാരായ ആൾക്കാരുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അകമഴിഞ്ഞ ഇതും ഉണ്ടായാൽ മാത്രമാണ് ഈ പ്രവർത്തനം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ഇവിടെ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് നിർബന്ധ ബുദ്ധിയുള്ളൂ. ആ വാക്ക് വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നു. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് നിർബന്ധ ബുദ്ധിയുള്ളൂ. നിങ്ങളിലും എന്നിലും മാറ്റമുണ്ടാക്കുന്ന പ്രക്രിയക്ക് വേണ്ടി കൂടെ നിൽക്കണം. മാറ്റങ്ങളില്ലെങ്കിൽ അത് ശരിയല്ല. അപ്പൊ മാറ്റമുണ്ടാവാനുള്ള പ്രവർത്തനം കൂടി നടത്താൻ നിങ്ങൾ എല്ലാവരും തയ്യാറാവണം. നിങ്ങൾക്ക് എന്ത് ചോദ്യമുണ്ടോ ചോദിക്കാം, ഏതിനെ പറ്റി അറിയണമെന്ന് ചോദിക്കാം. എല്ലാത്തിനും മറുപടി എനിക്കറിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ഗുരുക്കന്മാരോട് സമീപിക്കും. അതിൽ നിന്ന് മറുപടി സ്വാംശീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും നൽകാൻ ഞാൻ തയ്യാറാണ്. നമ്മളെ അതിനനുസരിച്ചുള്ള ഓരോ പഠനങ്ങൾ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. സൈക്കോളജി ആയിക്കഴിഞ്ഞാലോ, അതുപോലെ തന്നെ ന്യൂറോ സയൻസ് ആയിക്കഴിഞ്ഞാലോ, അതുപോലെ മറ്റ് സ്പിരിച്വൽ ക്ലാസ്സുകൾ ആയിക്കഴിഞ്ഞാലോ എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ നിങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറാവണം എന്നുള്ള ഹംബിൾ റിക്വസ്റ്റ് ആണ് എല്ലാവരോടും. കാരണം മാറ്റം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നവന് മാത്രം ലഭിക്കുന്ന ഒരു സംഭവമാണ്. പ്രവർത്തിക്കാത്തവനുണ്ടാകുന്ന മാറ്റം ഒരിക്കലും എന്താ പറയാ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. ചിലപ്പോൾ അത് നല്ലതായിരിക്കണമെന്നില്ല. പ്രവർത്തിച്ചവൻ എപ്പോഴും നല്ല മാറ്റങ്ങളും, പ്രവർത്തിക്കാതെ കിട്ടുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ നല്ല മാറ്റങ്ങളായിരിക്കണമെന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. കുറെ പറയാനുണ്ടാവും. എനിവേ, താങ്ക് യു വെരി മച്ച്. ആർക്ക് സംസാരിക്കാനുള്ളത് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് എടുക്കാം. അത് നമ്മുടെ ജ്യോതിഷ്യ ആസ്ട്രോളജർ സംസാരിക്കട്ടെ. പറഞ്ഞോളൂ. നമസ്കാരം. നമ്മുടെ സേവ് ഉണ്ടല്ലോ, സേവ് ഞാൻ ഫെബ്രുവരിയിലാണ് ജോയിൻ ചെയ്തത്. അതിനു മുമ്പ് ഞാൻ വീഡിയോസ് കാണാറുണ്ട്. സാറിന്റെ വീഡിയോസ് കഴിഞ്ഞ കൊല്ലം ഞാൻ കാണാറുണ്ട്, യൂട്യൂബ് കാണാറുണ്ട്. അപ്പൊ ആ ചെക്ക് എഴുതുന്ന കാര്യം ഉണ്ടായിരുന്നു ജനുവരി 1-ാം തീയതി. ചെക്ക് എഴുതുന്ന കാര്യം ഞാനും എന്റെ ഫ്രണ്ട്സിനോടും ഇത്ര ലക്ഷം എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ ഒരാൾ ചോദിച്ചു 50 ലക്ഷം ഞാൻ എഴുതിക്കോ, എനിക്ക് എന്ത് വരുമാനം ഉണ്ട്, അതൊന്നും ചിന്തിക്കേണ്ട, 50 ലക്ഷം എഴുതിക്കൊള്ളാൻ പറഞ്ഞു. എഴുതി. അപ്പൊ വെറുതെ ഇരിക്കുന്ന ആളാണ്, ഒരു വീട്ടമ്മ, ഒരു പണിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ആളായിരുന്നു. അപ്പൊ എന്നിട്ട് എന്തറിയാം, എന്റെ ഫ്രണ്ട് ഒന്നും അല്ല, നോക്കാൻ വന്നതാണ്.
അപ്പൊ എന്തറിയാന്ന് വെച്ചപ്പോ എനിക്ക് കേക്ക് ഉണ്ടാക്കാറുണ്ട്, കേക്ക് ഉണ്ടാക്കും. അടുത്ത ഡിസംബർ 31 50 ലക്ഷം കയ്യിൽ ഉണ്ടായിരിക്കുന്നത്. അതേ ഞാൻ തന്നെ വിളിച്ചു പറയാം 50 ലക്ഷം കവർ ചെയ്തു. അപ്പൊ ഹാപ്പി ന്യൂസ് അല്ലേ അത്? അവര് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സംഭവമാണത്. അതേപോലെ വിദേശത്തുള്ളൊരു ഹസ്ബൻഡ് ജോലിയായിട്ട് വിദേശത്തേക്ക് പോയതാ. അതിന് വേറെ പണിയൊന്നും അറിയില്ല, പക്ഷെ അതിന് എംബ്രോയിഡറി വർക്ക് ചെയ്യാൻ അറിയാം നന്നായിട്ട്, എംബ്രോയിഡറി. അപ്പൊ ഇതുപോലെ കഴിഞ്ഞ ഡിസംബർ കഴിച്ചു, അമ്മ എന്താണെന്ന് അറിയാം, എന്നെ എല്ലാവരും അമ്മ വിളിക്കുന്നത്. എന്തായാലും എനിക്ക് സന്തോഷം. അപ്പൊ അമ്മ, ഞാനിപ്പോ അടുത്ത കൊല്ലം, ഈ കൊല്ലമൊക്കെ ഇത്ര കാലം ഞാൻ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയില്ല, അടുത്ത കൊല്ലം എനിക്ക് നന്മ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ ഈ ഡിസംബർ സമയത്താണ്, ഒരു നവംബർ ഡിസംബർ സമയത്താണ് ഞാൻ കണ്ടത്. ചെക്കിന്റെ കാര്യം ഡിസംബറിലാണ് കണ്ടത്. ഞാൻ ഒരു ചെക്ക് ലീഫ് ഉണ്ടോ കയ്യിലുണ്ട്, ചെക്കിൽ എഴുതി വെക്കാം 50 ലക്ഷം എനിക്ക് ലഭിച്ചത് എഴുതി വെക്കാൻ പറ്റും, സെൽഫ് നമ്പർ എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് ഞാൻ അപ്പൊ എങ്ങനെ കിട്ടും, എങ്ങനെ കിട്ടുന്ന വെച്ചാൽ എന്തറിയാം, എംബ്രോയിഡറി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവിടെയുള്ള ആൾക്കാർക്ക് വലിയ ഇഷ്ടമുള്ളൂ. ഇപ്പൊ ആ കുട്ടിക്ക് ഇപ്പൊ 51 ലക്ഷം കിട്ടി. ഓ, അതെ, കഴിഞ്ഞ ആഴ്ച ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. 51 ലക്ഷം കിട്ടി. ഭയങ്കര സന്തോഷം. ഞാൻ അടുത്ത പോലെ 1 കോടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ സാറിന്റെ അയച്ചു കൊടുത്തു. നമ്മുടെ യൂണിവേഴ്സിന്റെ ചെക്കില്ലേ, ആ ആ ആ യൂണിവേഴ്സിന്റെ ചെക്ക് അന്ന് വാട്സാപ്പിൽ അത് അയച്ചു കൊടുത്തിരുന്നു ഞാൻ ഇവർക്ക് രണ്ടുപേർ. അപ്പൊ എന്റെ അനുഭവം തിരിച്ചല്ല, സത്യമാണ് ഇതൊക്കെ. യെസ് അപ്പൊ യെസ്. അതിന് വളരെയധികം താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സാർ. വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് കിട്ടിയ സാധനം എത്ര കൊണ്ട് ആൾക്കാരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലുത്. അത് വലിയൊരു അവര് ബ്ലെസ്സിങ് ആണ്. ഭയങ്കര അങ്ങനെ ഹാപ്പി. നമുക്ക് അതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത്. നമുക്ക് മറ്റേത് പിന്നെ സമ്പത്തിനേക്കാളും വലിയ സമ്പത്താണ് മറ്റുള്ളവർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അതെ അതെ, അത് പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തവരുണ്ട് കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തവരുണ്ട്. വയനാട്ടിലെ ഏക്കർ കണക്കിന് സ്ഥലം കച്ചവടാവുന്നില്ല. അപ്പൊ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു, നമ്മുടെ പുത്തങ്കാവിൽ അമ്മയ്ക്ക് പ്രാർത്ഥിച്ചാൽ, ചങ്ങനാശ്ശേരി പുത്തങ്കാവിൽ അമ്മയുണ്ട്, ഭയങ്കര പവർഫുള്ളാ, ഉം, ഉം, പ്രാർത്ഥിച്ചാൽ കച്ചവടാവുന്നത്. അവർ ഉം. കറക്റ്റ് ആയിട്ട് പ്രാർത്ഥിച്ചു, കച്ചവടായി. എന്റെ അടുത്ത് പറഞ്ഞില്ല, എനിക്ക് വിഷമമില്ല പറഞ്ഞില്ലെങ്കിൽ, നന്നായല്ലോ, കച്ചവടായല്ലോ. നമ്മൾ അറിയണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല, സംഗതി നടന്നു. ആ അത് കഴിഞ്ഞപ്പോ അവരുടെ ബ്രദറിന് എന്തൊരു മൈൻഡിന്റെ പ്രോബ്ലം വന്നു. ബ്രദറിന് നല്ല ഉം, ഭയങ്കര എഡ്യൂക്കേറ്റഡാ. അപ്പൊ പറഞ്ഞു ഇങ്ങനെ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ ഞാൻ റേക്ക് ചെയ്ത് തരാം, ഹീൽ ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ റേക്ക് 3 ദിവസം കൊണ്ടും തീരില്ല, ഒരാഴ്ച റേക്ക് ഹീൽ ചെയ്തിരുന്നു. പക്ഷെ അത് 3 ദിവസം തന്നെ ശരിയായി. അവരുടെ ആള് ശരിയായി, ആള് ഓക്കെ ആയി. പക്ഷെ ഞാനത് ഒരാഴ്ച തന്നെ ചെയ്തു. ഒരാഴ്ച നമ്മൾ ഏറ്റ കാര്യം ചെയ്യണമല്ലോ, ചെയ്തു. അത് കഴിഞ്ഞപ്പോഴായിരുന്നു സോറി ഉണ്ട്, ഞാനിങ്ങനെ അന്ന് അമ്മ പറഞ്ഞ മാതിരി ചെയ്തപ്പോ കച്ചവടമായി, എനിക്ക് പറയാൻ പറ്റിയില്ല എന്ന്. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, കച്ചവടമായല്ലോ, അത് മതി. അവരുടെ ആഗ്രഹം നടന്നല്ലോ, ഫർണിച്ചർ ബിസിനസ് ആയിക്കോട്ടെ, അവരെ സംഗതി നടന്നല്ലോ, അത് മതി. എന്നോട് പറയുന്നത് യാതൊരു നിർബന്ധവും ഇല്ല, ഉം. ഭഗവാനോട് താങ്ക്സ് പറയാൻ പറ്റും. അതെ അതെ അതെ. അത്ര അതുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. ഞാൻ ഈ ഇയർ എപ്പോഴും എൻഡിൽ ഞാനത് പറയുന്നത് പറയുമല്ലോ. ഇന്ന് 26 ആയില്ലേ, എന്തെങ്കിലും പറയണ്ടേ? ആ. അടുത്ത തീർച്ചയായിട്ടും. അടുത്ത കൊല്ലത്തെ ഗോൾ സെറ്റിംഗ് എത്രയാ പറയേണ്ടത്? 50 ലാക്ക് പറഞ്ഞവർക്ക് കിട്ടി. നാളെ നാളെ നമുക്ക് ഈ വർഷം കൂടി എഴുതാം. ഈ വർഷം കൂടി എഴുതാനുണ്ട്. എല്ലാവരും കൂടി ഇരുത്തി എഴുതാം. നാളെ ഞാൻ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ നമ്മൾ വെച്ചിട്ട് 27-ന്. അത് ഗോൾ സെറ്റിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട്. ചെക്കൊക്കെ എമൗണ്ട് എഴുതിയിട്ടില്ല, ചെക്കൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് എമൗണ്ട് എഴുതി. നാളത്തെ ക്ലാസ്സിൽ എഴുതാം. എല്ലാവരും റെഡി ആയിക്കോളാം. നാളത്തെ ക്ലാസ്സിൽ നമ്മൾ എഴുതാം. ആയിക്കോട്ടെ, നാളത്തെ താങ്ക് യു. 27 ക്ലാസ് അതിനുള്ളതാണ്. ഗോൾ സെറ്റിംഗ് എനിക്കും എഴുതാനുണ്ട്, നിങ്ങൾക്കും എഴുതാനുണ്ട്. ഞാനും ഇതൊക്കെ ഒരിക്കലും വിചാരിച്ച എന്താ പറയാ, ഞാനും എഴുതി വെച്ചതൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാം അതിന്റെ ഡബിൾ ക്രോസ് ചെയ്തു എന്നുള്ളതാണ് സത്യം. കാരണം എനിക്കൊരു കാര്യമുണ്ട്, ഞാൻ എഴുതിയപ്പോ ഞാനും എഴുതി, വൈഫ് എഴുതി, രണ്ടുപേരും എഴുതി. അപ്പൊ രണ്ടും ശരിക്കും പറഞ്ഞാൽ ഈ വർഷം ക്രോസ് ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇതെല്ലാം ഭയങ്കര സംഭവമാണ് എഴുതി ഞാൻ വെച്ചാൽ. പിന്നെ ഒരു കാര്യം എഴുതുന്നു ഞാൻ, ഒത്തിരി പേർക്ക് പലതും പറഞ്ഞു കൊടുത്തിട്ട് പലർക്കും അനുഭവമുണ്ട്. പക്ഷെ ഞാൻ അറിയപ്പെടാതെ ഒരു മൂലയിൽ ഇരുന്ന ഒരാളാണ്, എന്നെ ആരും അറിയില്ലായിരുന്നു. അതെ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഞാൻ ഓർത്തു, നമ്മൾ ആരും അറിയുന്നില്ലെന്ന് വെച്ചു. പക്ഷെ ഇപ്പൊ എല്ലാരും അറിയുന്നുണ്ട്. അയ്യോ. അപ്പോഴാണ് എന്റെ മകനോട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ, ആ കൊറോണ സ്ഥലത്ത് പറയാതെ നമുക്ക് യൂട്യൂബ് ഒക്കെ ഇടാം എന്ന് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, പിന്നെ അമ്മ പറഞ്ഞ ആരെ കേൾക്കാരെന്ന് ചോദിച്ചു. അന്ന് നമ്മുടെ ഉം. ആൾക്കാർക്ക് നമ്മളെ വില ഉണ്ടാവില്ലോ. പക്ഷെ ഇപ്പൊ അവൻ തന്നെ മുൻകൈ എടുത്ത് കമ്പ്യൂട്ടർ എഴുതി, ഞാൻ പച്ചമഷി കൊണ്ട് കമ്പ്യൂട്ടറിന് എഴുതി, കമ്പ്യൂട്ടർ പച്ചമഷി എനിക്ക് നേരത്തെ അറിയാം, 10ാം ക്ലാസ് തുടങ്ങി അറിയാം. കമ്പ്യൂട്ടർ വാങ്ങിച്ചപ്പോൾ അവൻ തന്നെ എഡിറ്റ് ചെയ്തു, ഞാൻ തന്നെ വീഡിയോ ഇടുന്നു. ഇപ്പൊ നമുക്ക് ചാനൽ തന്നെയായി. അപ്പൊ അതൊക്കെ ഒരു ദൈവാധീനല്ലേ അതെ. എന്തായാലും. ചാനൽ മാത്രമല്ല, അപ്പൊ എവിടെ ചെന്നാലും നിങ്ങളുടെ വീഡിയോസ് എല്ലാം നല്ല വ്യൂസ് ആണ്, നല്ല പ്രസന്റേഷൻ ആണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചാനലിൽ, പുറത്തുള്ള ABC മലയാളത്തിലും മറ്റെല്ലാത്തിലും വരുന്ന നല്ല നല്ല നല്ലൊരു ജെന്യൻ ആയിട്ടുള്ള കണ്ടന്റ് ആണ് നിങ്ങളുടെ. സ്വന്തമായിട്ടുണ്ട്. ഡോക്ടർ രാജലക്ഷ്മി തമ്പമഠം എന്നൊരു ചാനലുണ്ട് ഇപ്പോ. അതെ അല്ലേ? അപ്പൊ ഇപ്പൊ എവിടെ ചെന്നാലും, ഈ കല്യാണിൽ ചെന്നാലും, ഭീമ ജ്വല്ലറി ചെന്നാലും, ഷോപ്പുകളിൽ ചെന്നാലും ഓടി ഒരു അമ്മയാണല്ലോ എന്ന് പറയും. ഞാൻ സാരി ഉടുത്ത് പോകാറില്ല, പക്ഷെ എന്നാലും നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവർ റിക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ആ, ആ, വീഡിയോയിൽ സാരി ഉടുത്തു, ഞാൻ അല്ലാതെ സാരി ഉടുക്കാറില്ല. അപ്പൊ എല്ലാവരും റിക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ സാറിനോട് താങ്ക് യു. സാറ് മുഖാന്തരമാണ് അത്ര സാധിച്ചത്. യൂട്യൂബ് കണ്ടപ്പോഴാണ് തോന്നിയത് അങ്ങനെയൊക്കെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്. വെരി മച്ച്.
അല്ല എന്റെ അതായത് ഭഗവാനും നന്ദി. ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമുള്ളത്. നമുക്കൊരു റിസൾട്ട് അതെ കിട്ടി അതെ പറയണം. പറഞ്ഞാൽ ആണ് എമൗണ്ട് ഒന്നും ചിലപ്പോൾ പറയണമെന്നില്ല, പക്ഷെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ അവർക്ക് നമ്മളിത് ഗ്രാറ്റിറ്റ്യൂഡ് ആർക്ക് കൊടുക്കുന്നല്ല, നമ്മളിങ്ങനെ യൂണിവേഴ്സിലേക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. ആ അതെ കൊടുക്കുമ്പോഴാണ് അതെ വീണ്ടും അതുണ്ട്. നിറയും. അത് നമ്മൾ റേക്കി പഠിക്കുമ്പോൾ തന്നെ ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ താങ്ക് യു ടു എവരിവൺ, താങ്ക് യു ഗോഡ്, താങ്ക് യു ടു യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അത് നേരത്തെ, പക്ഷെ ഇപ്പൊ ഒന്നും കൂടി അത് ഇതായി, അതിന്റെ ആക്റ്റീവായി ഒന്നും കൂടി. യെസ്, താങ്ക് യു വെരി Yes, yes. മച്ച്, താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. അബിത പറയാൻ പറഞ്ഞോ, അവസരം കിട്ടുന്നത്. അബിത സംസാരിച്ചോ. പെട്ടെന്നായിക്കോട്ടെ, ഇല്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? സോറി 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 സോറി. ആ അൺമ്യൂട്ട് ചെയ്തു. ആരാ സംസാരിക്കുന്നത്? പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്തു. ഞാൻ പറയാം സാറേ. ഉം. ആ ആ ക്ലാസ്സിലാ. ശരി ശരി ശരി. അതിവിടെ ഒരാൾ വന്നതാ. ഓക്കെ. ശരി, ഞാൻ പറയാം. അതെ, ഞാന് ഹാപ്പിനെസ് മാസ്റ്ററിൽ ചേർന്നിട്ട് 9 മാസമായി. അപ്പൊ വരുമ്പോ തന്നെ എനിക്ക് ഇറിറ്റേറ്റ് ചെയ്യണ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് മനസ്സിനൊരു ഡിപ്രഷൻ പോലെയായിരുന്നു. അപ്പൊ സാറിന്റെ യൂട്യൂബ് മെഡിറ്റേഷൻ 4 ദിവസം കണ്ടിട്ട് ഓക്കെ ആയപ്പോഴാണ് ഞാൻ അതിൽ ചേർന്നത്. അപ്പൊ അതിൽ ചേർന്നതിന് ശേഷം ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവും, ഡിപ്രഷനും ഇല്ല, ഇറിറ്റേഷനും ഇല്ല, ഒന്നുമില്ല. അവര് പറയണമെന്നുള്ളതിന്റെ പോസിറ്റീവ് ഞാൻ കണ്ടെടുത്തിട്ട് അത് സാരമില്ല, അങ്ങനെയാക്കി വിടും. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ അരുണിന്റെ കല്യാണത്തിന്റെ സമയത്ത് 2 പ്രാവശ്യം എൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് എന്നെ കണ്ടു ഇത്ര, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ ആങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടിട്ട് മിണ്ടാതെ പോയി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ സമയത്തൊക്കെ ആണെങ്കിൽ എനിക്കത് വിഷമാവും. പക്ഷെ ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സാരമില്ല, അത് അങ്ങോർക്ക് അയാളുടെ ഭാര്യ മരിച്ചേക്കാണ്, മോൻ മരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് ചിലപ്പോ അങ്ങനെ തോന്നാം, അത് സാരമില്ല, കാര്യാക്കണ്ട പറഞ്ഞു, അങ്ങനെ വിട്ടു. അപ്പൊ എന്റെ മനസ്സിലും ഇല്ല ആ വിഷമമൊന്നുമില്ല, സങ്കടങ്ങളില്ല. പിന്നെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര രൂപ ശമ്പളം കിട്ടിയാലും പിറ്റേത്തെ ദിവസം ആണെങ്കിൽ എന്റെ കവറ് കാലിയാവും. കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ കവറിൽ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ എന്ന് വെച്ചാല് അതിനായിട്ടും കുറഞ്ഞ ശമ്പളമാണ്, പക്ഷെ 31-ാം തീയതി വരെയും എനിക്ക് കാശിന് എന്തെങ്കിലുമൊക്കെ ട്രോളിങ് ഡെയിലി ഇയാൾ എന്റെ പേഴ്സിലും ഉണ്ടാവും, എന്റെ അക്കൗണ്ടിലും ഉണ്ടാവും. അത് എനിക്കറിയില്ല, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, മുഴുവനായിട്ട് നടന്നില്ലെങ്കിലും നടന്നു പോകുന്നുണ്ട്. അത് എന്റെ കയ്യിൽ വരുന്ന കാശായാലും ഓരോ കാര്യങ്ങൾക്ക് വരുന്നതായാലും അക്കൗണ്ട് എപ്പോഴും കാലിയാവാറില്ല. അത് സാറിന്റെ അഫർമേഷൻ കാരണമാവും ഞാൻ വിചാരിക്കുന്നു. സാറ് പറഞ്ഞിരുന്ന എല്ലാ അഫർമേഷനും ഞാൻ അതുപോലെ തന്നെ പറയാറുണ്ട്. അതുപോലെ വിഷ്വലൈസേഷൻ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ എന്നും ഞാൻ അതുപോലെ തന്നെ ചെയ്യാറുണ്ട്. അതിന്റെ ഫലമാണ് മോന്റെ കല്യാണം. സാറ് പറഞ്ഞ അതേപോലെ തന്നെ ഞാൻ കണ്ടു. ഞങ്ങളുടെ മേശയമ്മ ഇരുന്നിട്ട് ഞങ്ങൾ 4 ആളും കൂടി ഭക്ഷണം കഴിക്കുന്നത്, അവന്റെ കല്യാണം അവിടെ ഗുരുവായൂർ കല്യാണ മണ്ഡപത്തിൽ കഴിയണത്, അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കണത്, മക്കൾ 2 ആളും വഴക്ക് കൂടി അവർ ഒരുമിച്ച് സോഫയിൽ ഇരിക്കുന്നത്, അതൊക്കെ അതുപോലെ തന്നെ നടന്നു കിട്ടി. അപ്പൊ അതിന് വലിയ താങ്ക്സ്, വലിയ താങ്ക്സ് എന്ന് പറഞ്ഞാൽ വലിയ താങ്ക്സ്. പിന്നെ ഞാന് സാറിന്റെ ക്ലാസ്സിൽ ചേർന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ താഴെ മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2025 എന്റെ വർഷമാണെന്ന്. അപ്പൊ അവൻ പറയും, ഞങ്ങൾ ഇത്രയും കടത്തിലും കഷ്ടപ്പാടിലൊക്കെ ഉള്ള ആൾക്കാരല്ലേ, അമ്മ താരോടും പറയരുത് കേട്ടാ, അമ്മയ്ക്ക് വട്ടാന്ന് വിചാരിക്കുന്നു അവൻ എന്നോട് പറയാറുണ്ട് കേട്ടാ. പക്ഷെ ഞാൻ എനിക്ക് പറഞ്ഞു കൊടുത്തു, ഞാൻ എന്റെ വർഷാന്ന് പറയാൻ കാരണം 2025 അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾ തമ്മിൽ സ്നേഹമായി. എന്റെ ഏറ്റവും വലിയ കാര്യം. മക്കള് 2 ആളും തമ്മിൽ വഴക്കായിട്ട് 2 കൊല്ലം കഴിഞ്ഞു, പക്ഷെ അത് കട്ടയ്ക്ക് സ്നേഹമായി. ആദ്യം ഉണ്ടായിരുന്ന അതേപോലെ തന്നെയായി. അരുണിന്റെ കല്യാണം കഴിഞ്ഞു. ഇതൊക്കെ 2025 എന്റെ നേട്ടല്ലേ? ഇതൊക്കെ സാറ് പറഞ്ഞ അഫർമേഷനും വിഷ്വലൈസേഷനും ഒക്കെ അതേപോലെ ചെയ്തതിന്റെ ഞാൻ കണ്ടതുപോലെ തന്നെ വന്നു. ഇന്ന് ഞാൻ അവരോട് 2026 നിന്റെ കല്യാണം ഞാൻ സ്റ്റേജില്, അതുപോലെ ഓണായിട്ടുള്ള അതുപോലുള്ളൊരു കല്യാണം 2026 നിന്റെ കഴിയും, നമ്മുടെ വീട് പണിയും കഴിയും, ഇന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നടക്കും എന്ന് പറഞ്ഞു. പിന്നെ സാറിന്റെ ക്ലാസ് കാണിച്ചു കൊടുക്കുമ്പോ സാറ് ഡോക്ടറാണെന്നാണ് അമ്മ പറയാറ്. അപ്പൊ എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ ക്ലാസ് കാണുന്നുണ്ടാ ചോദിക്കുമ്പോ അവസാന കാലം അമ്മയുടെ മരിക്കുന്നതിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അമ്മ നന്ദി പറയാൻ തുടങ്ങി. അമ്മ അടുത്തുള്ള ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്തായാലും പറയാൻ പരാതിയില്ലാണ്ട് തുടങ്ങി അമ്മ.
വെരി ഗുഡ്, അതെനിക്ക് വെരി ഗുഡ്. നല്ല സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ താങ്ക് യു, ഏറ്റവും താങ്ക് യു. വലിയൊരു കാര്യം എന്താ വെച്ചാല് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാല് സാറിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള വലിയ വലിയ ക്ലാസ്സുകളിലും ചേരാൻ എൻ്റെ അടുത്ത് പൈസ അതിന് ഫ്രീ ക്ലാസ്സുകളാണ് സാർ. പിന്നെ 1000ന്റെ താഴെ എന്താ പറയാ നമ്മുടെ താക്കോലിന്റെ ക്ലാസ്, അതുപോലെ അഫർമേഷന്റെ ചെറിയ ക്ലാസ്, അതൊക്കെ ഞാൻ ചേർന്നിട്ടാണ് ഈ ഫ്രീ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഇത് ഞാൻ എന്തും മുടങ്ങാതെ കാണും. എനിക്ക് പണിയൊക്കെ ആവും, ഞാൻ വീഡിയോ ഓൺ ആക്കാതെ കാണും എല്ലാതും, കാരണം ഇതിലത്തേക്ക് കാണാലോ. അപ്പൊ കാണും, എന്നിട്ട് അതൊക്കെ അതേപടി ചെയ്യും ഞാൻ. ഈ ക്ലാസ്സുകളിൽ നിന്ന് അതേപടി ചെയ്തിട്ടാണ് എനിക്ക് ഈ നേട്ടങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. എനിക്ക് ആകെ എന്റെ ജീവിതത്തിൽ ഒരു നേട്ടം മാത്രമാണ് ഞാൻ വിചാരിച്ചത് ആവാത്തുള്ളൂ. എന്താ വെച്ചാല് അത് കുറെ കാശിന്റെ കാര്യമാണ്. അത്രയും പ്രശ്നം എന്റെ ജീവിതത്തിൽ കാശിന്റെ ഉണ്ട്. കാരണം പൈസക്ക് ഞാൻ ഒരു വിലയും കൽപ്പിക്കുന്ന ആളായിരുന്നു. കാരണം അത്രയും സാമ്പത്തിക സ്ഥിതി ഒരു ആഗ്രഹവും ഇല്ല, ഒരു വിലയില്ല ജീവിതത്തിൽ. അങ്ങനെ ആയിരുന്നത് കൊണ്ട് പണം എന്നെ തിരിച്ച് സ്നേഹിക്കാൻ കുറച്ച് സമയം എടുക്കും സ്ഥാപിക്കുന്നുണ്ട്. ശരി, അപ്പൊ ശരി. അപ്പൊ അത് നിങ്ങൾക്ക് സമഗ്രമായ സമയപരിമിതിയുണ്ട്. സമഗ്രമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അപ്പൊ കേൾവിക്കാർ, ഇത് കേൾക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ആദ്യമായിട്ട് ഈ ഇങ്ങനെ അഭിപ്രായ എക്സ്പീരിയൻസ് ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾക്കെല്ലാം ഒരു ഇറിറ്റേഷൻ തോന്നും. സ്വാഭാവികമാണ്. ആ ഇറിറ്റേഷൻ തോന്നുന്ന ആൾക്കാരോടുള്ള ശ്രദ്ധക്കാണ്. ഈ ഇറിറ്റേഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ മാറ്റത്തിന് തുടക്കം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ളവർ, ഞങ്ങള് 10 ഇമ്പ്യൂരിറ്റീസിനെ പറ്റി പറയുന്നു, പറയാറുണ്ട്. അപ്പം മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ എന്തോ ഒരു സാധനം നിങ്ങൾക്ക് അടിവയറ്റിൽ നിന്നിട്ട് മുകളിലോട്ട് കയറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ അവിടെയാണ് മാറ്റപ്പെടുത്തേണ്ടത്. ഇതാണ് നിങ്ങളുടെ പരാജയത്തിന് മുഴുവൻ കാരണമെന്ന് എഴുതി തരാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് മാക്സിമം കേട്ടിട്ട് ആ സാധനത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കണം. ഇത് ഇറിറ്റേഷൻ തോന്നുന്നവരോടാ പറഞ്ഞേ. അതുകൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസുകൾ കേൾക്കാൻ നിൽക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാനും ഇതേപോലെ ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കാനും നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലെ മാറ്റം നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോഴാണ് ജീവിതം മാറുക എന്ന് ഒന്നുകൂടി ഏർപ്പിക്കുന്നു. എന്നെ രാധമ്മ പറഞ്ഞതിന് ഒരു നാവൊന്ന് പൊന്നാവട്ടെ എന്ന് നിങ്ങളും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം സാറിന് പറഞ്ഞ പേര് ഡോക്ടർ സാർ എന്നാ പറഞ്ഞത്. അപ്പൊ എന്റെ പേരിന്റെ കൂടെ ഒരു ഡോക്ടറേറ്റും കൂടി ഉണ്ടാവട്ടെ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ എല്ലാവരും എനിക്ക് കൂടെ എന്താ പറയാ, എന്റെ കൂടെ നിൽക്കണം, എനിക്കൊരു സപ്പോർട്ട് വരണം. അപ്പൊ നമുക്ക് താമസിക്കാതെ ഡോക്ടർ രാജലക്ഷ്മി എഴുതിയ പോലെ തന്നെ ഡോക്ടർ ദിനേശ് മുഖത്ത് എന്ന് എഴുതാൻ നമുക്ക് സർവേശ്വരൻ അതിനുള്ള സാഹചര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയമാകുമ്പോൾ അത് വരും അല്ലേ? താങ്ക് യു. അപ്പൊ ഇനി ബാക്കിയുള്ളവർ സംസാരിക്കാൻ. നിഷ സിംഗ് സംസാരിച്ചു. സർ ഗുഡ് ഈവനിങ്. ഒരു മിനിറ്റ് നിഷ സിംഗ്, ഒരു മിനിറ്റ്. അബിത സംസാരിച്ചു. അബിത. സാറ് ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയ നല്ലൊരു ദിവസം തന്ന പ്രപഞ്ചശക്തിക്കും സാറിന് 1000 നന്ദി. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. ഞാൻ 2025 ഏപ്രിലാണ് സാറിനെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് അനിത ടീച്ചർ പറഞ്ഞു. എൻ്റെ ഭർത്താവിന് 2023 നവംബർ 25-ാം തീയതിയാണ് ഹസ്ബൻഡിന് ആക്സിഡന്റ് പറ്റിയത്. ആ ഒരു തളർന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോഴാണ് അനിത ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഈ സാറിന്റെ ക്ലാസ് കാണൂ, എന്നിട്ട് സാറായിട്ട് നേരിട്ട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞാൻ സാറായിട്ട് മെയ് 4-ാം തീയതി ഞാൻ സാറായിട്ട് സംസാരിച്ചു. പിന്നെ അതിന്റെ മുന്നേ തന്നെ ഞാൻ യൂട്യൂബൊക്കെ കാണാൻ തുടങ്ങിയിരുന്നു. ആ ക്ലാസ് തുടങ്ങിയപ്പോഴന്നെ ഞാൻ കുറേ മാറ്റങ്ങൾ വന്നിരുന്നു. ഞാന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. സൈക്കോളജിസ്റ്റിനെ കാണിച്ച് കൗൺസിലിംഗ് നടത്തണം, ഒന്നരാടം കൗൺസിലിംഗ് ചെയ്യണം, അല്ലെങ്കിൽ മാനസികാവസ്ഥ വല്ലാത്തൊരവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ സാറിന്റെ ക്ലാസ് ഒക്കെ കേട്ടിട്ട് ഞാൻ കുറെയൊക്കെ ഓക്കെ ആയി മാറി. പിന്നെയാണ് ഞാൻ സാറെ അടുത്ത് മെയ് 4-ാം തീയതി സാറായിട്ട് സംസാരിച്ചത്. അതിനുശേഷം എനിക്ക് മിറാക്കിൾ എന്ന് പറയാം, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. സമാധാനപരമായിട്ട് ഉറങ്ങാൻ കഴിയുന്ന, അതുവരെ എനിക്ക് ഉറക്കൊന്നും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു. വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. സാറിനെ കണ്ടതിന് ശേഷമാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് തന്നെ. അതുവരെ നല്ല ജീവിതമായിരുന്നു. 2023 നവംബർ 25-ന്റെ 24 വരെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടാണ് ജീവിച്ചത്. 25-ാം തീയതിയോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ ജീവിതം ആകെ മറിഞ്ഞത്. അതിനുശേഷം സാറേനെ കണ്ടത് മെയ് 4-ാം തീയതി തൊട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ പിന്നെയും മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ അതിൽ നിന്ന് മോചിതനാവാൻ തുടങ്ങി. പിന്നെ 2023 നവംബർ 24 വരെ
നല്ല ഹാപ്പി ആയിരുന്നു ഞാന്. പിന്നെ ഏഹ്, പിന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഓരോ അസുഖങ്ങളും. അതിൽ നിന്നൊക്കെ മോചിതയായി. ഹസ്ബൻഡിന്റെ കാര്യത്തിലും കുറെ മാറ്റങ്ങൾ വന്നു. പിന്നെ എനിക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടായിരുന്നു, അത് കുറെ മാറി. പിന്നെ PCOD-യുടെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അത് മാറി. അങ്ങനെ എനിക്ക് കുറെ പറയാനുണ്ട്. ഒരുപാട് മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പിന്നെ ഏട്ടനെ ഡോക്ടറേറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു തടസ്സങ്ങളും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവാനും, അതൊക്കെ സാറുടെ ഒരു പ്രാർത്ഥന അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അടുത്ത് മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണിക്കാൻ പോയി, 8 ഡോക്ടേഴ്സിനെ കണ്ടു. ഒരു തടസ്സവും ഇല്ലാതെ. സാറ് പറഞ്ഞിരുന്നു അത് രാവിലെ മെഡിറ്റേഷന്റെ സമയത്ത് എല്ലാം ശരിയാവും, ഓക്കെ ആവും. ഇപ്പോ അടിപൊളിയായിട്ട് 8 ഡോക്ടേഴ്സിന് ഒരു തിരക്ക്. ഞങ്ങളെ കാണുമ്പോൾ സാറ് ഞങ്ങളേനെയാണ് വിളിക്കുന്നത്. ഞങ്ങളായിട്ട് യാതൊരു പരിചയമില്ലാത്ത ഡോക്ടേഴ്സ്, പ്രൊഫസർമാരാണ് ഇരിക്കുന്നത്. ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളേനെയാണ് ആദ്യം വിളിച്ചത്. എല്ലാം അത് നല്ല ക്ലിയർ ആയിട്ട് ഒരു തടസ്സവും ഇല്ലാതെ എല്ലാം ഭംഗിയായിട്ട് നടന്നു. താങ്ക് യു സാർ, താങ്ക് യു. പിന്നെ ഞാൻ ഈ മാസമാണ് മെഡിറ്റേഷൻ തുടങ്ങിയത്. മെഡിറ്റേഷൻ തുടങ്ങി 10-ാം തീയതിയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ എനിക്ക് ആ മെഡിറ്റേഷൻ തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ പഴയ ജീവിതം തന്നെ എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ ഒരുപാട് ഹാപ്പിയായി. എങ്ങനെ ആ ഒരു മാറ്റം വന്നു എന്ന് എനിക്കേ അറിയണില്ല. ഭയങ്കര മാറ്റമാണ്. എനിക്ക് ആ അബിതയുടെ പണ്ടത്തെ ആ ജീവിതം എനിക്ക് ആ അബിതയുടെ പണ്ടത്തെ ജീവിതത്തിൽ ജീവിതം വലിയ എനിക്ക് വലിയ മാറ്റം ഉണ്ടാവുമെന്ന് നമ്മൾ നേരിട്ട് സംസാരിച്ചപ്പോൾ അന്ന് പറഞ്ഞിരുന്നു. അന്ന് നമ്മളെല്ലാം നോക്കി, പെൻഡിലൊക്കെ നോക്കി എല്ലാം പറഞ്ഞത്. അന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത് യഥാർത്ഥ വിഷയങ്ങൾ എന്താണ്, അബിതയുടെ ഭർത്താവ് ആത്മനിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് നമ്മളെല്ലാം കണ്ടുപിടിച്ചിരുന്നു. അന്ന് തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട്, വളരെ ഡീപ്പായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തൊരു വിഷയങ്ങളാണ്. ചില കാര്യങ്ങൾക്ക് ഈ ലോകത്ത് ഉത്തരങ്ങൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ വിശ്വസിച്ച് അറിഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ അതിനെ ലഘൂകരിക്കാൻ പറ്റും. അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമുക്കതിനെ ലഘൂകരിക്കാന്ന് പറഞ്ഞു. എഴുന്നേക്കാത്ത ആള് നമ്മൾ സംസാരിച്ചിട്ട് ഇപ്പോ അമിത പറയാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ പറയാം. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതിന്റെ ഒരു മാസത്തിനകത്ത് എഴുന്നേറ്റിരുന്നിട്ട് മക്കളെ പേര് വിളിക്കുകയും കഞ്ഞി കോരി കൊടുത്താൽ ഇറക്കാൻ പറ്റുന്ന അവസ്ഥയിലെങ്കിലും ആക്കില്ലേ ഒരു മാസം കൊണ്ട്. തീർച്ചയായിട്ടും താങ്ക് പിന്നെ യു അതിനുശേഷം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡോക്ടർ വന്നു കഴിഞ്ഞാൽ 4 പേരും 5 പേരും വേണ്ടിയിട്ട് പൈപ്പ് മാറ്റേണ്ട സ്ഥലത്ത് 1 മണിക്കൂർ കൊണ്ട് പൈപ്പ് മാറ്റാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ട്. ഒരു മണിക്കൂറല്ല സാറേ, 2 മിനിറ്റ് കൊണ്ട് മാറ്റിക്കഴിഞ്ഞു. അതെ, അതാണ്. പിന്നെ അത്തരം മാറ്റങ്ങൾ ചെയ്യാൻ അതെല്ലാം നിങ്ങൾ ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും അതിന്റെ മറുപടി ഞാൻ അതുപോലെ പറഞ്ഞിട്ടുമുണ്ട്. അതെല്ലാം അവിടെ സംഭവിച്ചിട്ടുമുണ്ട്. ഈവൻ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ നിങ്ങൾ ടെൻഷനോട് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അവിടെ എല്ലാം സെറ്റാണ്, നിങ്ങൾ പോയാൽ മാത്രം മതി എന്ന് എന്നിലൂടെ ഞാൻ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാനല്ല, എന്നിലൂടെ ആരാണോ പറയേണ്ടത് അവര് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അരുണിന്റെ കാര്യം വന്നപ്പോഴും ഞാൻ കട്ടായം പറഞ്ഞിരുന്നു, വേണോ നടക്കോ എന്ന് ഞാൻ അരുണിനെ വിളിച്ചിട്ടടക്കം അതെ പറഞ്ഞു. അല്ലേ. അപ്പൊ ഓരോന്നും മകളെ കാര്യം പോകുമ്പോഴും അവൾ എന്നെ വിളിച്ചിരുന്നു, ജോലിക്ക് പോവാന്ന് പറഞ്ഞ്. അങ്ങനെ ഓരോന്നും അതാത് സമയത്ത് അവർ എനിക്ക് മുകളിൽ നിന്നുള്ള സന്ദേശം നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പാസ് ചെയ്ത് തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നത് പറയുന്നത് നിങ്ങൾ എപ്പോഴും അതിന് നന്ദി, അവിടേക്ക് നന്ദി അർപ്പിക്കില്ല, അതിന് നന്ദിയോട് കൂടി കാണുക. മാറ്റം ഉണ്ടാവട്ടെ. പിന്നെ മോളുടെ കാര്യം പറഞ്ഞിരുന്നില്ല, ചിക്കൻ ബോക്സ് വന്നിട്ട് അതൊരു അടയാളം അതൊരു ഭയങ്കര ഒരു മിറാക്കൾ തന്നെ. അത് മോളുടെ ഓഫീസിലുള്ളവരൊക്കെയും പറഞ്ഞു. അത് ഒരു സാറുടെ അനുഗ്രഹം കൊണ്ട് തന്നെ. ഞാൻ എനിക്കിപ്പോ എന്തെങ്കിലും വന്നാലും എനിക്കൊരു ടെൻഷനും ഇല്ല. ഞാൻ സാർക്ക് മെസ്സേജ് ഇടും. ഞാൻ സാർക്ക് വിട്ടു തന്നു. അത് എല്ലാം അങ്ങനെ തന്നെ സാറേ. ഞാൻ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ മക്കളുടെ അടുത്തൊന്നും പറയും, സാർക്ക് ഞാൻ മെസ്സേജ് ഇടും. പക്ഷെ അത് ഓക്കെ ആവുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് ഈ മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ മാറ്റം അത്. ഞാൻ പണ്ടത്തെ ആളായി പോയി സാറേ. എനിക്ക് നല്ലൊരു ഹാപ്പി. രാവിലെ നേരത്തെ എണീക്കുന്നു. എന്റെ 10 മണിയാകുമ്പോഴേക്ക് വീട്ടിലെ എല്ലാ ജോലികളും തീരും. ഞാൻ ഫ്രീ ആയി സാറേ. എനിക്ക് എഴുതാൻ ഇഷ്ടം പോലെ സമയം. ഒരുപാട് വർക്കുകൾ ഉണ്ട്. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് വീടും എല്ലാ സ്ഥലം പരിസരം വൃത്തിയാക്കാൻ സമയം കിട്ടുന്നുണ്ട്. ഞാൻ പഴയ ഒരാളായി മാറി. മെസ്സേജ് ഇടുമ്പോ കരച്ചലിന്റെ മെസ്സേജ് കേൾക്കേണ്ടി വരുന്നില്ല. ഞാൻ താങ്ക് യു സാർ. കരച്ചിൽ നിർത്തിയിരിക്കുന്നു. മകളുടെ കാര്യം വന്നപ്പോ ചിക്കൻ ബോക്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അത് മാറിക്കോളൂ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എല്ലാം നന്നായി നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. നിഷ സംസാരിച്ചോ.
യാ സാർ നമസ്തേ. സാർ ഇന്നത്തേക്കിപ്പോൾ ഒരു വർഷമായി സാറിനെ എനിക്ക് ഗുരുനാഥനായി കിട്ടിയിട്ട്. ഞാൻ സാറിനെ പരിചയപ്പെടുമ്പം എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഒന്നിലും ഒരു വിശ്വാസവും എനിക്കുണ്ടായിരുന്നില്ല. സാറിനെ പരിചയപ്പെട്ടു, സാറിൻ്റെ ക്ലാസ് എല്ലാം കേൾക്കാൻ തുടങ്ങി. മെഡിറ്റേഷനാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. സാർ അതിനുശേഷം എനിക്ക് ഓരോ പോയിന്റ് ഇട്ട് പറയാൻ അറിയില്ല സാർ. എന്താണ് എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റമാണ് ഉണ്ടായത് എന്നുള്ളത്. വലിയ വലിയ മാറ്റം മുതൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരെ ഡെയിലി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. എൻ്റെ വലിയ സ്വപ്നമായിരുന്നു ഒരു വീടെന്നുള്ളത്. അത് സാറ് പറഞ്ഞ രീതിയിൽ ഞാൻ ഗോൾ സെറ്റ് ചെയ്ത് വിഷൻ ബോർഡ് 2024 നമ്മൾ 25-ൻ്റെ ഫസ്റ്റിൽ സെറ്റ് ചെയ്തായിരുന്നു. അതെനിക്ക് നേടാൻ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് സാർ എനിക്ക് എല്ലാത്തിലും വിശ്വാസമാണ്. നേടാൻ ഒന്നിനും എനിക്ക് അല്ല, ഒരു മിനിറ്റ്. നേടാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതിന്റെ എല്ലാ വർക്കും നിങ്ങൾക്ക് നമ്മൾ ജനുവരി ലാസ്റ്റ് ആണ് 2025 വീട് സെറ്റ് ചെയ്തത്. യെസ് സാർ. അതെ ആ അതെ വീട് ജനുവരി 2020 ഇപ്പൊ ഡിസംബർ ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. ഡോക്യുമെന്റേഷൻ കഴിഞ്ഞു, രജിസ്ട്രേഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എല്ലാം ശരി സാർ. കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. അത് എല്ലാം നന്ദി താങ്ക് യു സാർ. അങ്ങനെ ഓരോ കാര്യങ്ങൾ സാർ ഏതാണ് ഞാൻ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉം. എവിടെ തുടങ്ങണ്ടെന്ന് അറിയത്തില്ല. അതുപോലെ സാറിന്റെ ഓരോ ക്ലാസ് പഠിച്ചു അല്ല, മുന്നോട്ട് പോകുമ്പോൾ വീടിനെ പറ്റി ഒന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയേണ്ട ആവശ്യമാണ്. ഈ ഗോൾ സെറ്റിംഗ്സ് സമയത്ത് ഉണ്ടാക്കി വെക്കുന്ന വീടിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീട് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് കറക്റ്റായിട്ട് സംഭവിക്കുന്ന കറക്റ്റാ. ഏറ്റവും ഉദാഹരണമാണ് നിഷാ സിംഗ്. അന്നൊരു ഫോട്ടോ എടുത്ത് വെച്ചതാണ് നമ്മൾ, ഇങ്ങനെയാണ് വീട് വേണ്ടത്, ഇത്ര സൗകര്യമുള്ള വീട് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗോൾ സെറ്റ്. ഇപ്പൊ ആ ഫോട്ടോ ഈ ഫോട്ടോ ഒന്ന് എടുത്തു നോക്കി. സെയിം സാർ. അതുപോലെ സാർ പറഞ്ഞ പോലെ ഞാൻ എത്ര ബെഡ്റൂം, എവിടെ, എത്ര അതിന്റെ ക്യാഷ് എത്രയാണ് എന്ന് ഏത് ഡേറ്റിനുള്ളിൽ ഇത് സാർ പറഞ്ഞ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തു. ആ പറഞ്ഞ ഡേറ്റിന് മുന്നേ ഞാൻ ആ ടോക്കൺ കൊടുത്ത് ഞാൻ ആ വീട് ഇത് എൻ്റെ പേരിലാക്കി. പിന്നെ അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിങ് ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ ജീവിതത്തിൽ സാർ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ പല പരീക്ഷണങ്ങളും ഉണ്ടാവും. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് വിശ്വാസമായിരുന്നു, എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ അതെല്ലാം ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഇതെനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും, അത് കുഴപ്പമില്ല, അതിന് ഇന്ന രീതി കൊണ്ടായിരിക്കാം ഇങ്ങനെ എന്നുള്ളത് ഞാനത് ഇപ്പോൾ എനിക്ക് എല്ലാത്തിനും സാർ വിശ്വാസമാണ്. പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ എൻ്റെ മകളുടെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ സാറിനെയാണ് ആദ്യം വിളിച്ചത്. സംസാരിച്ച് നമ്മളത് ഡിസ്കസ് ചെയ്തു. ആ ഒറ്റ വാക്ക് എനിക്ക് വിശ്വാസമായിരുന്നു അത് നടക്കുമെന്നുള്ളത്. പലരും എന്നോട് പറഞ്ഞില്ല അതിങ്ങനെയൊക്കെ, അതിൻ്റെ നിയമങ്ങൾ ഇങ്ങനെയുണ്ട്. പക്ഷെ ഇപ്പോഴും അവൾ സന്തോഷമായിട്ട് ജോലി ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. സാർ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എല്ലാത്തിനും നന്ദി നന്ദി നന്ദി. അഫ്രിമേഷന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നു, മെഡിറ്റേഷൻ എന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സാറിൻ്റെ ക്ലാസ് അല്ലാതെയും എല്ലാം ഞാൻ കാണുന്നു, ചെയ്യുന്നുണ്ട്, എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്ന് മമ്മി വിളിച്ചാൽ എന്നോട് ചോദിക്കും, നിനക്കിന്ന് ക്ലാസ് ഇല്ലേ, സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, ഇന്നുണ്ടോ എന്ന് ചോദിക്കും. ഈവൻ ഹസ്ബൻഡ് പോലും എന്നോട് പറഞ്ഞു, നിഷ നീ തിരക്കാണോ, ശരി വെച്ചോ, ക്ലാസ് അറ്റൻഡ് ചെയ്യട്ടോ എന്നിങ്ങനെ പറയും. സാർ അത് പറഞ്ഞ പോലെ എനിക്ക് അറിയില്ല സാർ കൂടുതൽ പറയാൻ. പക്ഷെ എല്ലാം കൂടുതൽ പറയേണ്ട ഹാപ്പിയാണ്, അനുഭവങ്ങളാണ്, ഇവിടെ സന്തോഷം. മൊത്തം അനുഭവങ്ങളാണ് സംസാരിക്കുന്നത്. വാക്കുകളിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അനുഭവങ്ങളാണ് നമ്മുടെ ഇതൊക്കെ. ഞാൻ പറഞ്ഞില്ല, ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കി. നിഷയുടെ നിഷ എന്താണ് വേണ്ടത് എന്നുള്ള വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് അതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. വിഷൻ ബോർഡ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ, ഗോൾ സെറ്റിംഗ് ചെയ്യുമ്പോൾ അത് എന്ത് വേണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇരുത്തി ചെയ്യിപ്പിച്ചത് എല്ലാവർക്കും അച്ചീവ് ആയിട്ടുണ്ട്. അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ചെയ്യും, യാതൊരു തർക്കവും വേണ്ട. പിന്നെ മറ്റൊന്ന് സറണ്ടറിങ് എന്ന് പറയുന്ന കാര്യം. അർപ്പിക്കുക. അവിടെ അർപ്പണ ബോധത്തോടെ ചെയ്യുന്നോ 100% റിസൾട്ട് ആണ്. ഇതിൽ ഒരു സംശയമില്ല. റഹീന സംസാരിച്ചോ. ഞാനിവിടെ എത്തി. തിരിച്ചെത്തി. അപ്പൊ മോളെ പറഞ്ഞില്ലേ നിങ്ങളെ കിട്ടൂന്ന്. അപ്പം ഫസ്റ്റ് പീഡിയാട്രിക്സ് കിട്ടി. അപ്പൊ രണ്ടാമത്തെ അലോട്ട്മെന്റിന് അവള് വെറുതെ റേഡിയോളജി കൊടുത്ത്. അവളെ റാങ്കിന് കിട്ടില്ല അത്. എന്നാൽ നല്ല റാങ്കുള്ള ആൾക്കേ കിട്ടൂ. അപ്പൊ അവൾക്ക് റേഡിയോളജി കിട്ടി തിരുവനന്തപുരത്ത് തന്നെ ഒരു കോളേജില്. ഞാൻ എവിടെ കിട്ടുന്ന നിങ്ങളോട് പറഞ്ഞത്? ഇനിയുണ്ട് മൂന്നാമത്തെ അലോട്ട്മെന്റ്, ഇനിയും ഉണ്ട്. അല്ല, നമ്മൾ എവിടെ കിട്ടുന്നു, എവിടെ വേണമെന്നാ പറഞ്ഞു നിങ്ങൾ എന്നോട്? കേരളത്തില്. അപ്പൊ റേഡിയോളജി അവൾക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആ സമയത്ത് എന്നോട് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ കിട്ടിയാൽ മതി, ബീഹാറിലായാലും മതി, തമിഴ്നാട്ടിലായാൽ മതി, കർണാടകയിലായാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ കറക്കി തിരിച്ചു ഇങ്ങോട്ട് പറഞ്ഞു, കേരളത്തിൽ കിട്ടിയാൽ മതിയോ?
കേരളത്തിൽ അതെ. കേരളത്തിൽ കിട്ടൂല. നിങ്ങൾ പറഞ്ഞെന്താ കേരളത്തിൽ കിട്ടൂല സാറേ. സാറിന് റാങ്കില് കഴിഞ്ഞ കൊല്ലം പോയ കണക്കിന് കിട്ടില്ല. ആ അപ്പോ റേഡിയോളജി എങ്ങനെ വന്നു എന്നുള്ളത് അത് ഭയങ്കര അത്ഭുതം തന്നെ. ആ അപ്പൊ അവളെ റാങ്കിന് അത് കിട്ടില്ല. അപ്പൊ അത് പഠിച്ചാലും ഒരു ഓഫീസ് ജോലി പോലെ എടുക്കാനും പറ്റും. റെഡി ആയോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഇപ്പൊ ഹാപ്പി ആണോ? ഇന്ന് ഇവിടെ പോയിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് അവളെ ഹസ്ബൻഡും. ഉം. അപ്പം അവിടുന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയിപ്പോ നാളെ പോയി ചേരും. അവിടെ റൂം കണ്ട് റൂം ഇവിടെ നല്ല ഇപ്പൊ PGക്ക് ഏത് കോളേജിലാ? SUT എന്നുള്ള സ്ഥലത്താ, എവിടെയത്? തിരുവനന്തപുരത്ത്. കോളേജിന്റെ പേര് കൃത്യമായിട്ട് ഞാൻ സർ, നാളെ പറയാം. ഉത്രാടം ആ തിരുനാൾ മെഡിക്കൽ കോളേജ്, ഉത്രാടം തിരുനാൾ. ഓക്കെ തിരുവനന്തപുരം. തിരുവനന്തപുരം. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഗോകുലത്തുനിന്ന് അവിടെ പൈസയും വാങ്ങിക്കണം പേപ്പറുകളെല്ലാം അല്ല തിരിച്ചു വാങ്ങണേ. വാങ്ങിക്കണം. ഉം. അതൊക്കെ പെട്ടെന്ന് ഇന്ന് രാവിലെ എത്തി, ഫ്ലൈറ്റിന് പോയി. അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവർക്ക് ചെയ്തു കൊടുത്ത് ഉം. എല്ലാ പേപ്പറുകളും. എന്നിട്ട് ബാങ്കിൽ പോയി, ബാങ്കിൽ നിന്ന് DD മാറ്റി. എല്ലാം പെട്ടെന്ന് ഇന്ന് തന്നെ എല്ലാം ക്ലിയർ ആയി. ഇനിയിപ്പോ നാളെ കോളേജിൽ പോയി ചേരും. ഓ. പിന്നെ അവിടെ റൂം കണ്ട് അവിടെയുള്ള വാർഡൻ പറഞ്ഞു, നിങ്ങള് ഒരു സർവന്റിനെ വെക്കണ്ട, മോളെ ഞമ്മള് നോക്കൂ. ഉം. പിന്നെ അതിന്റെ അടുത്ത് PGക്കാരാ ഉള്ളത്. എല്ലാം വെരി ഗുഡ്. നല്ല ഹാപ്പി. അവളെ ഹസ്ബൻഡ് പറഞ്ഞ് ആരതോ പ്രാർത്ഥന കൊണ്ട് കിട്ടിയതാണ് ഈ സീറ്റ് എന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല, എല്ലാം കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു. ഇപ്പൊ ഒന്നും ഹസ്ബൻഡിന് അറിയാം, എന്റെ ഹസ്ബൻഡിന് അറിയാം എന്താന്നുള്ളത്. അതെ അപ്പൊ തീർച്ചയായിട്ടും. എല്ലാം സ്ഥലം വിൽപ്പനയൊക്കെ ഒന്ന് നടന്നോ? അല്ല, സ്ഥലത്തുനിന്നെങ്കിൽ അവരും വേറെ ആൾക്കാര് സ്ഥലം നോക്കുന്നു. എന്നെ വിളിച്ചിട്ട് നമ്മൾ നോക്കാന്നുള്ളത് അവര് അടക്കയായിട്ടും തേങ്ങയായിട്ടും എല്ലാം എന്റെ മുറ്റത്ത് കൊണ്ടുപോയിട്ടാണ്. ഓ. അതും ഒരു പ്രശ്നമില്ല. എല്ലാം സന്തോഷം. പിന്നെ നാട്ടിൽ പോയൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഒറ്റക്ക് താമസിച്ചു, ഒരു പേടിയും ഇല്ലാണ്ട്. പിന്നെ എല്ലാരും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരുക. ഉം. എല്ലാം നല്ല ഹാപ്പി ആയിരുന്നു. ടെൻഷനും കാര്യം ഒന്നും. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, ആദ്യമായിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുക. ഒരു പ്രശ്നവും ഇല്ല. പിന്നെ പോകുമ്പോ എത്രയായി റഹീന ഇപ്പൊ ക്ലാസ്സിൽ വരാൻ തുടങ്ങിയത്? എത്ര മാസമായി എന്ന് കൂടി പറഞ്ഞ ആൾക്കാരോ? 2 മാസം അങ്ങനെ മൂന്നാമത്തെ മാസം മാത്രമേ ആയിട്ടുള്ളൂ. അത്രേ ആയിട്ടുള്ളൂ. അതിന് പക്ഷെ നാട്ടിൽ നിന്ന് വേഗം ഇങ്ങോട്ടേക്ക് വരാനാ ഇഷ്ടം. ഇവിടെ ആകുമ്പോ ഫ്രീ ആണല്ലോ. നാട്ടിലത്ര ഒന്നിനും സമയമില്ലാത്തതാണല്ലോ. അതെ. വെരി ഗുഡ്. താങ്ക് യു. പട്ടാമ്പിയുള്ള ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മകന് ഡോക്ടർ ഉണ്ട്. അവരെല്ലാം എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നു. വെരി ഗുഡ്. വീട്ടില് വന്ന് കുറെ നേരം സംസാരിച്ച് വെരി ഗുഡ്. അങ്ങനെ അതുപോലെ എല്ലാം നല്ല തന്നെ റഹീന ഇന്നലെ തന്നെ നമ്മുടെ ചാരിറ്റിയിലേക്ക് നല്ലൊരു തുക സംഭാവന നൽകിയിട്ടുണ്ട്. ഈ മകളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹാപ്പി ആയിട്ട് നല്ലൊരു തുക നമ്മുടെ ഹാപ്പിനെസ് ചാരിറ്റി ട്രസ്റ്റിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. ട്രഷറർ അതൊന്ന് നോട്ട് ചെയ്തോളൂ, കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ സന്തോഷം വരുമ്പോൾ നിങ്ങൾക്ക് ഗുണങ്ങളായി മാറുമ്പോൾ അത് ആർക്കെങ്കിലൊക്കെ ഗുണകരമായി കൂടി മാറാൻ വേണ്ടി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ അത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും വലിയ ഭാഗമായിരിക്കുന്നു എന്നുള്ള സന്തോഷം. അതുപോലെ ബിസിനസ്സും നല്ല മാറ്റം. 2 ഷോപ്പുകൾ എടുത്ത്, പിന്നെ അതിനുശേഷം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ബിസിനസ് മുന്നോട്ട് പോന്ന്. ഒരു പ്രശ്നവും ഇല്ലാണ്ട്. അന്വേഷണം പറഞ്ഞു കേട്ടോ. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഇനി ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ടെന്ന് അറിയാം, പക്ഷെ നമുക്ക് കുറച്ച് ക്ലാസ് എടുക്കണ്ടേ? ഇന്ന് പറഞ്ഞു നിങ്ങൾ സംസാരിച്ചു കേൾക്കട്ടെ. ആരാണ്? നേരത്തെ പറഞ്ഞ കുമാരി പ്രഭേ ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ല സാർ. പറഞ്ഞോ. ശാന്തി സംസാരിച്ചു. സാർ, ഞാൻ ലേഖ സംസാരിച്ചു. ഓക്കെ സാർ, സാറിന്റെ ക്ലാസ്സിനകത്ത് ഞാൻ വന്നിട്ട് ഏകദേശം 1 വർഷം ആവാറായിട്ടുണ്ട്. സാറിന്റെ ഈ ക്ലാസ്സിനകത്ത് കയറിയത് തന്നെ എൻ്റെ ഒരു വിഷമവും ടെൻഷനും ഒക്കെ മാറാൻ വേണ്ടിയായിരുന്നു. ഞാൻ 2.5 വർഷമായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. സാറിന്റെ ക്ലാസ്സിൽ കയറിയതിന് ശേഷം എനിക്ക് ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഏറ്റവും വലിയൊരു ആംബിഷൻ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ജോബായിരുന്നു. സാറിന്റെ ക്ലാസ്സിനകത്ത് കയറിയതിന് ശേഷമാണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ആ ജോലി കിട്ടിയത്. അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. കാരണം 10 വർഷമായിട്ട് ഒരേ കമ്പനി ഇരുന്നിട്ട് ഒരു ചേഞ്ചും ഇല്ലാതിരുന്നൊരു വ്യക്തിയായിരുന്നു. ഈ കമ്പനിയിൽ സാറിന്റെ ക്ലാസ് കയറി സാറിന്റെ ക്ലാസ് ഒക്കെ 1 to സെക്ഷനൊക്കെ എടുത്തതിന് ശേഷമാണ് ആ ജോബ് കിട്ടിയത്. അതിന് ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് സാറിനോട് പറയാനായിട്ട്.
പിന്നെ അതുപോലെ തന്നെ സാറിന്റെ ജേർണി ടു ഹാപ്പിനെസ് എടുത്തതിന് ശേഷം എൻ്റെ ചിന്തകളെ എനിക്ക് വിലയിരുത്താൻ സാധിച്ചു. ഏത് ചിന്തയാണ് വേണ്ടത്, ഏത് ചിന്ത, ഇതെല്ലാം എൻ്റെ ചിന്തയുടെ പ്രശ്നമാണെന്ന് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് മാറ്റം വന്നു. തന്നെയല്ല, പണ്ട് എനിക്ക് മോനും ഹസ്ബൻഡും കോളേജിലും ഓഫീസിലും പോയി കഴിയുമ്പോൾ എനിക്ക് വീട്ടിൽ ഇരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര ടെൻഷൻ എന്ന് വെച്ചാൽ എനിക്ക് പറയൂടാ എങ്ങനെ പറയണമെന്ന്. അപ്പൊ ഞാൻ ഒരു ദിവസം സാറിനെ വിളിച്ച് സംസാരിച്ചു. സാർ എനിക്ക് പറഞ്ഞു തന്നു, അവര് പോണത് ഇന്നതിന് വേണ്ടിയാണ്, ജോലിക്ക് വേണ്ടിയാണ്, മകൻ പോകുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എന്നൊക്കെ അത് തിരിച്ചറിവ് തന്നതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ അതിനുശേഷമേ എന്നോട് തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. സാറ് പറഞ്ഞില്ല, അവര് പോകുന്നത് നല്ലതിന് വേണ്ടിയാണ്, ഞാൻ ഇങ്ങനെ ഇരുന്നില്ല. അപ്പൊ ആ തിരിച്ചറിവ് കിട്ടിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ വീട്ടിലിരിക്കാൻ. പിന്നെ സാറിന്റെ ക്ലാസ് മെഡിറ്റേഷൻ, സാറിന്റെ യൂട്യൂബിന്റെ മെഡിറ്റേഷൻ എടുത്തിട്ട് ഞാൻ ഡെയിലി ചെയ്യാറുണ്ട് സാറേ. അത് ആ ചെയ്യുമ്പം തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിഷ്വലി ചെയ്യാറുണ്ട്. എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിലെ എല്ലാം ഈ ബാഡ് ഇമോഷണലെല്ലാം പുറത്തേക്ക് പോകുന്നു. നല്ല കാര്യങ്ങൾ എനിക്ക് വേണ്ടതല്ല ഞാൻ റിസീവ് ചെയ്യുന്നു. ഞാൻ അതുപോലെ അഫർമേഷൻ ഡെയിലി ഞാൻ എങ്ങനെ പറയും, ഞാനും എൻ്റെ കുടുംബം വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും സമ്പൽ സമൃദ്ധിയും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ടതല്ല എൻ്റെ പ്രകൃതിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആണ്, നല്ല പോസിറ്റീവായിട്ട് എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു. വെറുതെ അങ്ങ് എണീക്കുമ്പോഴേ ഞാൻ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് സാറേ. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ, ഞാൻ മനസ്സിൽ തട്ടിയാണ് പറയണത്. ഈ ക്ലാസ്സിനകത്ത് വന്നതിന് ശേഷമാണ് എനിക്ക്, അന്ന് എൻ്റെ മകള് സാറിനോട് സംസാരിച്ചതാണല്ലോ, അമ്മയ്ക്ക് ഒത്തിരി ചേഞ്ച് വന്നിട്ടുണ്ടെന്ന്. പിന്നെ ആ സാറിന്റെ ക്ലാസ്സിനകത്ത് കയറിയ ശേഷം എൻ്റെ മകന് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ട് ആയിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ്സിനകത്ത് കയറിയ ശേഷം എനിക്ക് അതും നേടാൻ പറ്റി. എൻ്റെ മകള് ഫൈനൽ ഇയർ വളരെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയി പാസ്സായി. അതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ നേട്ടമാണ് സാറേ. അത് എത്ര നന്ദി പറയാനും മതി വരില്ല. കാരണം ഞാൻ അത്ര ഒരു ഇതിലേക്ക് കൂടി കടന്നുപോയ വ്യക്തി ആയതുകൊണ്ടാണ് ഇത്ര മനസ്സിൽ തട്ടി ഞാൻ പറയുന്നത്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. സന്തോഷിന്റെ മകള് MBBS ഫസ്റ്റ് എന്താ പറയാ, ലാസ്റ്റ് ഭയങ്കര ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം സംസാരിച്ചത്. അനായാസം എന്താ പറയാ, നല്ല എല്ലാ മാർക്കോട് കൂടി കുട്ടി ഒറ്റയടിക്ക് പാസ്സായിട്ട് പോന്നു. അതെ, അത് ഒത്തിരി നന്ദിയുണ്ട് സാറേ. അത് എന്റെ മകള് തന്നെ പറഞ്ഞു, അമ്മ സാറിന്റെ ക്ലാസ്, മകള് സാറുമായിട്ട് സംസാരിച്ചപ്പോ തന്നെ മകള് പറയാം, അമ്മയ്ക്ക് എത്രയും മാറ്റങ്ങൾ വരുന്നു, അവള് പ്രതീക്ഷിച്ചിട്ടില്ല. അത്ര ഒരു ബാഡ് സിറ്റുവേഷനിൽ കൂടി പോയ വ്യക്തി ആയതുകൊണ്ടാണ് സാറേ. എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യത്തില്ല. ഇപ്പൊ ഞാൻ 8 മന്ത്സോളായി മെഡിസിൻ കഴിക്കണതേ ഇല്ല. ഈ അഫർമേഷൻ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ അത് തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. മുഖത്തെല്ലാം വന്ന മാറ്റം നമ്മൾ ആദ്യം നോക്കുമ്പോൾ അത്രയും വലിയ മാറ്റമാണ് മുഖത്തേക്ക് വന്നിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും സാർ. ഇപ്പൊ എല്ലാരും പറയാറുണ്ട്. ദുബായിൽ വെച്ച് നമ്മൾ കണ്ടപ്പോ വലിയ മാറ്റാണ്, നല്ലൊരു മാറ്റമാണ്. അതെ, താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. പറഞ്ഞു, അടുത്ത ആളാരാ? ശാന്തി സംസാരിച്ചോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ശാന്തി? ഇവിടെ എല്ലാം ഓക്കെ ആണല്ലോ. കുമാരി പ്രഭ സംസാരിക്കുന്നോ? ഇല്ല സാർ. പിന്നെ അൺമ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കണേ? ഓക്കെ, ഞാനില്ലല്ലോ. മേഘ സംസാരിച്ചതോ? ഇല്ല. ഓക്കെ, ശരി. ഒച്ച ശബ്ദം ഉണ്ടാക്കാത്തവിടെ സംസാരിക്കുന്നതിന് പെട്ടെന്ന് സംസാരിക്കാനെങ്കിൽ ഇതാക്കണ്ട. ഓക്കെ, ഇന്നത്തെ വിഷയം കൂടി നമുക്കൊന്ന് സംസാരിക്കാം. ചില കാര്യങ്ങളൊക്കെ 2026 കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവർ പറഞ്ഞ അനുഭവങ്ങളൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നും കൂടി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. മറ്റുള്ളവർക്ക് എന്തേ ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ ഇല്ലാത്തത് എന്നതിന്റെ അടിസ്ഥാനം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം സംസാരിക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, പലരും പറയാൻ വാക്കുകളെ അടക്കി ഒതുക്കി കൊണ്ടുവരാനുള്ള ആ വാക്കിന്റെ വിഷയം കൊണ്ടാണ് സംസാരിക്കാത്തതെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ പബ്ലിക്കിലേക്ക് പോയി സംസാരിക്കുമ്പോൾ ഒരു രീതിയിൽ ഒതുക്കിയൊക്കെ പറയേണ്ടത്. എന്നോട് നേരിട്ട് സംസാരിക്കുമ്പോൾ 100 കാര്യം പറയണം. ഇപ്പൊ ലതയും ശീലയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ കാര്യം അത് കൈ കാലൊക്കെ കാണിച്ച് പറയാനുണ്ടാവും. പക്ഷെ അത് ഇങ്ങനെ ക്യാമറയിൽ വന്ന് പറയുമ്പോൾ ഒരു ഒതുക്കി പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പറയാത്തതെന്നും എനിക്കറിയാം. പക്ഷെ അത് പറയാൻ ശീലിക്കണം. കാരണം നേരത്തെ ഡോക്ടർ രാജലക്ഷ്മി പറഞ്ഞ പോലെ കാര്യമാണ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. നമുക്ക് ആലോചിച്ചു, നമുക്ക് ഒരാളുടെ നന്ദിയുണ്ട്. ഈ നന്ദി നമ്മൾ അയാളോട് പറഞ്ഞില്ലെങ്കിൽ അയാൾക്ക് ഇതെങ്ങനെ അറിയാൻ പറ്റും?
ഇത് വലിയൊരു വിഷയമാണ്. അല്ലെങ്കിൽ ഇപ്പോ നന്ദി ഉണ്ട്. ഇപ്പൊ ഒരാള് നമുക്കൊരു നല്ല കാര്യം ചെയ്തു, അപ്പൊ അവരോട് സ്വാഭാവികമായിട്ടും നമുക്ക് നന്ദി ഉണ്ടാവും, സത്യമാണ് അതിനകത്ത്. പക്ഷെ നമ്മള് അയാളോട് ഒരു ചിരി മാത്രം ചിരിച്ച്, അല്ലെങ്കിൽ നമ്മള് എന്ന് മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ എന്തായിരിക്കും സംഭവിക്കുക? സാധാരണക്കാരനെ സംബന്ധിച്ച് അത് സംബന്ധിച്ച് ഒരു വലിയ കാര്യമൊന്നും ഇതെന്താ ഈ മനുഷ്യൻ എന്ന് ചിന്തിക്കും. ഇനി നന്ദി പറയേണ്ട രീതിയിലല്ല പറയുന്നെങ്കിലോ അത് മറ്റൊരു അബദ്ധമായി മറിഞ്ഞു. അപ്പൊ നമുക്ക് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ പറയണം, ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ ഫീൽ ചെയ്യണം എന്നും കൂടി നമ്മൾ അറിയണം. അതിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് തന്നെ ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞവരെല്ലാവരും അഫർമേഷൻ എഴുതുന്നു, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നു, അതിന്റെ മാറ്റാണ് എനിക്ക് വന്നതെന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് പറയാൻ പറ്റാത്തത് അവരെ ഫ്രെയിം ചെയ്യാൻ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടൊന്നും ചേർത്ത് പറയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ജീവിതത്തിൽ പഠിക്കണം, പാഠമാക്കണം, ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഇതെല്ലാം ഇനി ഇപ്പൊ ഡോക്ടർ രാജേഷ് തുടങ്ങിയത് തന്നെയാണ്. 2024 എഴുതിയ കാര്യങ്ങളെല്ലാം 2025 സംഭവിച്ചു ആണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യത്തോടെ നിങ്ങൾ കേട്ടല്ലോ. എങ്കിൽ ഒറ്റ ചോദ്യമാണ്, 2026 സംഭവിക്കേണ്ട കാര്യങ്ങൾ എഴുതാൻ നിങ്ങൾ എത്ര പേര് തയ്യാറാണെന്ന് പേരൊന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 2026 നിങ്ങൾക്ക് സംഭവിക്കേണ്ട കാര്യങ്ങളെ ഈ 2025 എഴുതി ലാസ്റ്റ് നിമിഷത്തിൽ എഴുതി വെക്കാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ട്? പേര് ടൈപ്പ് ചെയ്തോളൂ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു, ഇത് അത്രയും സംഭവിച്ച കാര്യം. ഞാൻ പലവട്ടം പറഞ്ഞാണ് എഴുതി വെക്കൂ നടക്കും, എഴുതി വെക്കൂ നടക്കും, എഴുതി വെക്കുകയൊക്കെ നടക്കും എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും എഴുതി വെക്കാനാണ് മടി ആൾക്കാർക്ക് എന്നുള്ളത് വീണ്ടും പറയുന്നു. ഞാൻ ബിസിനസ് ചെയ്യുന്നവരോടും പറയുന്നു, മറ്റൊന്നും പറയുന്നു, നിങ്ങൾ എഴുതി വെച്ചോ, സംഭവിക്കും. ഞാൻ ഇന്നലത്തെ ബിസിനസ്സുകാരോട് എന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാൻ ഓരോ മാസം 1 തീയതി എനിക്ക് ഒരു ബുക്കുണ്ട് പുസ്തകത്തിൽ, അതിൽ ഓരോ കസ്റ്റമറുടെ പേര് എഴുതിയിട്ട് ഇത്ര രൂപ ബിസിനസ് നടക്കും ഈ കസ്റ്റമറിന് എഴുതാറുണ്ട്. മാസം അവസാനം കൂട്ടുമ്പോൾ അത് കൃത്യമായിരിക്കും. എല്ലാ മാസം എഴുതി വെക്കാത്ത മാസം ഉണ്ട് കേട്ടോ. ഞാൻ എഴുതി വെക്കാത്ത മാസം ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ബുക്ക് എടുത്ത് കാണിച്ചു തരാം. എഴുതി വെക്കാത്ത മാസം ഒന്നും സംഭവിച്ചിട്ടുമില്ല. ഭയങ്കരമായിട്ട് വേറെ കസ്റ്റമറൊക്കെ വന്നിട്ട് സാധനം മേടിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കച്ചവടം നടന്നിട്ടുണ്ടാവും. ഞാൻ ഹാപ്പിനെസ് മാസ്റ്ററുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞു, എന്റെ ബിസിനസിനെ പറ്റിയാണ്. ഇതിനെപ്പറ്റി ഞാൻ അങ്ങനെ എഴുതി വെക്കാറൊന്നുമില്ല. ഇതിനെപ്പറ്റി എഴുതി വെക്കുന്ന എന്താ ഞാൻ എഴുതി വെക്കുക, തുളസി 5000 രൂപ എനിക്ക് ഈ മാസം തരും, ലത 25,000 രൂപ തരും എന്താ എഴുതി വെക്കുക? ഞാൻ എഴുതാറില്ല, അത് എഴുതുന്നില്ല. ഞാൻ എന്റെ കസ്റ്റമർ ഇത് മാത്രമാണ് ഇതെല്ലാം എഴുതി നടക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളോട് വീണ്ടും ഈ സമയത്ത് ഞാൻ എന്താ പറയാ, ഊന്നി പറയാണ്, നിങ്ങൾ എഴുതി വെക്കാൻ തയ്യാറാവണം. എഴുതി വെക്കാൻ തയ്യാറായി എങ്ങനെ വേണം നിങ്ങളുടെ ജീവിതം, അങ്ങനെ സംഭവിക്കും. നിങ്ങൾക്ക് നല്ലത് വേണോ, എഴുതി വെച്ചോ. മോശം വേണോ, അതും എഴുതി വെച്ചോ. നിങ്ങൾക്ക് ആരെങ്കിലും മരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടോ, അതും എഴുതി വെച്ചോ. സംഭവിക്കുന്ന ചെയ്യും. അത് പറഞ്ഞപ്പോ എന്നാ പിന്നെ നോക്കാന്ന് ചോദിക്കല്ലേ. ഇപ്പൊ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. പുതിയ ഇനിയിപ്പോ യൂട്യൂബ് എഴുതി കാണുന്നവരോട് പറയാണ്, നിങ്ങൾക്ക് ആരെങ്കിലും നശിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടോ, എഴുതി വെച്ചോ, സംഭവിക്കും കേട്ടോ. ശരി, അപ്പൊ അത്ര കുറച്ചു പേരേ ഉള്ളൂ അല്ലെ. ഇനി ഇതിപ്പോ ഇത്ര ഇരിക്കുന്നാല് ഇപ്പൊ എഴുതി വെക്കാൻ ആഗ്രഹം, ഞാൻ ഇത്രയും പറഞ്ഞപ്പോ എഴുതി വെക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുടെ എണ്ണം വെറും പകുതിയിൽ താഴെയുള്ളൂ. ഇപ്പോഴും തയ്യാറല്ല. അറ്റ്ലീസ്റ്റ് അത് എഴുതി വെക്കാനെങ്കിലും തയ്യാറാവൂ നിങ്ങൾ, പ്ലീസ്, റിക്വസ്റ്റ് ആണ്. അപ്പോ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ നമ്മള് പറയാൻ പോകുന്ന മറ്റൊന്നുമല്ല, എന്താണ് നമ്മളെ മാറ്റുന്നത്, വാട്ട് മേക്ക് us ചേഞ്ചസ്, നമ്മളെ ചേഞ്ച് ചെയ്യുന്ന സംഭവം എന്താണ്, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ മാറ്റുന്ന കാര്യം എന്താണ്? അത് മറ്റൊന്നുമല്ല, നമ്മുടെ ശീലങ്ങളാണ് നമ്മളെ മാറ്റുന്നത്. നമ്മളെ ശീലങ്ങൾ ഏത് രീതിയിലായിരിക്കണം, അതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ ശീലം എന്ന് പറയുമ്പോൾ ചെറിയൊരു വാക്കല്ലേ, ഇതിപ്പോ ഇതിൽ വലിയ കാര്യമില്ലേ അല്ലേ? ശീലം ഇസ് വെരി സ്മോൾ അല്ലെ? ശീലം നിങ്ങളെ സംബന്ധിച്ച് ചെറിയ വാക്കല്ലേ? എല്ലാവരെ സംബന്ധിച്ചാണോ അല്ലേ? സ്വർണ്ണോ എന്നാണ് ടൈപ്പ് ചെയ്തേ. ശീലം എന്ന് പറയുന്നത് ചെറിയ വാക്കല്ലേ? ശീലം എഴുതാൻ വളരെ എഴുതും. ശീലം എന്ന് പറയുന്നത് വളരെ ചെറിയ വാക്കല്ലേ? അല്ലല്ലേ? ശീലം എന്ന് പറയുന്നത് ചെറിയ വാക്കായി തോന്നാം, പക്ഷെ സത്യം അതല്ല. നമ്മുടെ ജീവിതം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നതിൽ നിന്നും നമ്മുടെ ജീവിതം ഇനി എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന, ആവർത്തിക്കുന്ന പ്രക്രിയക്കാണ് ശീലം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം ഇന്ന് ഇവിടെ നിൽക്കുന്നു, ഇനി എനിക്ക് എങ്ങോട്ട് പോകണം,
ഇത് രണ്ടും തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലേക്കുള്ള പോകാനുള്ള ആവർത്തനിക്കുന്ന പ്രക്രിയ, അതിനെ ആവർത്തിച്ചുകൊണ്ട് അതിലേക്ക് പോകുന്ന പ്രക്രിയക്കാണ് ശീലം എന്ന് പറയുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ശീലം ഉണ്ടായാൽ മാത്രമേ അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ശീലം, നല്ല ശീലങ്ങളുള്ളവർ നന്മയുടെ വക്താക്കളായി മാറും, ദുശീലമുള്ളവർ അങ്ങനെയുമായി മാറും. പലരും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഒരുപാട് കഴിവുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, ഞാൻ ശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും ജീവിതം മാറുന്നില്ല. അല്ലേ? ഇങ്ങനെ പറയുന്നവരുണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? അതായത് എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് കഴിവുണ്ട്, ഞാൻ ശ്രമിക്കുന്നുമുണ്ട്, പക്ഷെ എന്തു പറയാനാ, ഭാഗ്യമില്ല സാറേ, മാറ്റം ഉണ്ടാകുന്നില്ല. കഴിവല്ല ജീവിതം മാറ്റുന്നതെന്ന് അറിയുക, ബുദ്ധിയല്ല ജീവിതം മാറ്റുന്നതെന്ന് അറിയുക, ശ്രമമല്ല ജീവിതം മാറ്റുന്നതെന്ന് അറിയുക. ഇത് മൂന്നുമല്ല ജീവിതം മാറ്റുന്നത്. ഇത് മൂന്നും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ശീലങ്ങളാണ് നമ്മുടെ ജീവിതം മാറ്റുന്നത്. ഇത് മൂന്നും വേണം. ബുദ്ധിയില്ലാത്തവരും ജീവിതത്തിൽ ഒരുപാട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. ഒരു കഴിവില്ലാത്ത ആൾക്ക് ജീവിതത്തിൽ ഇഷ്ടംപോലെ കോടീശ്വരന്മാരായ ആൾക്കാരുണ്ട്. ഒരു ശ്രമമില്ലാതെ കോടീശ്വരമായ ആൾക്കാരും ഉണ്ട്. ഇല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ? ചുറ്റുവട്ടത്ത് കണ്ടിട്ടില്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവരെന്താണ് ചെയ്തത്? അവരൊരേ കാര്യം ചെയ്തുള്ളൂ. എന്താണോ അവർക്ക് ആവശ്യം, പക്ഷെ അവരോട് നിങ്ങൾ സംസാരിച്ചാൽ മനസ്സിലാവും, അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അതിനെ അവർ കൃത്യമായി ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട്. കൃത്യമായി ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും കൃത്യമായി മനസ്സിലാക്കേണ്ടത്. നമ്മള് ഏറ്റവും ഇപ്പൊ ഈ പറഞ്ഞതല്ല ഞാൻ ഈ പറയാം, എനിക്ക് എപ്പോഴും സംഭവിക്കുന്ന കാര്യമുണ്ടല്ലോ, ഞാനൊരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് പറയും, ഓൾറെഡി ഇങ്ങോട്ട് പറയും. പിന്നെ ഞാൻ ആ പറഞ്ഞതിന് ഒന്നുകൂടി അങ്ങോട്ട് പറഞ്ഞു, എന്റെ പരിപാടി കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഞാൻ ഭയങ്കര രസമുള്ള, എനിക്ക് ഭയങ്കര രസമാണ്. കാരണം ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ ഒരു പോയിന്റ് മാത്രം ഇട്ടാൽ മതി, ബാക്കി നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരും. അല്ലേ? ഇതാണ് ഭയങ്കര രസമുള്ള കാര്യമാണ്, ഇവിടെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോ ശരിക്കും നമ്മള് ഞാൻ പറയാതെ പറഞ്ഞു പോയി. ഞാൻ ഒരിക്കലും സ്റ്റാർട്ടിങ്ങില് ഞാൻ പറയാൻ പോകുന്ന കോൺസെപ്റ്റില് സേവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇത് നമ്മുടെ ഗോൾ സെറ്റിങ്ങിനെ പറ്റിയിട്ടോ ചെക്കിനെ പറ്റിയിട്ടോ ഒക്കെ ഞാൻ ഇന്ന് പറയണമെന്ന് കരുതിയ കാര്യങ്ങളാണ്. അത് ഓൾറെഡി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ രാജലക്ഷ്മി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. സേവേഴ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ രാവിലെ എഴുതുന്ന ശീലത്തെ പറ്റി പറഞ്ഞു തന്നു, പിന്നെ ചെക്ക് എഴുതിയോണ്ട് മിറാക്കിൾ സംഭവിച്ചു വന്നു, ഗോൾ എഴുതിയത് എല്ലാം സംഭവിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല, ഇതെല്ലാം ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഇന്ന് പറയാൻ വിചാരിച്ച കാര്യം. അപ്പോ ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? എങ്ങനെയാ? അപ്പൊ അവിടെ മനസ്സിലാക്കി പറഞ്ഞിട്ട് പോക്കണം, ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ഇപ്പൊ ഞാനിപ്പോ നേരത്തെ അബിത പറഞ്ഞു, ലത പറഞ്ഞു, ലേഖ പറഞ്ഞു, മറ്റവരൊക്കെ പറഞ്ഞു, സാറിനോട് സംസാരിച്ച ശേഷം ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. സത്യമാണ്, നിങ്ങൾ പറഞ്ഞു. എങ്ങനെയാ സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനസ്സുകൾ തമ്മിൽ ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലിരിക്കുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരു തത്വമില്ല. കൃത്യമായി മനസ്സിലാക്കുക. ശുദ്ധഗതിക്കാരായിട്ട് എന്റെ മുമ്പിൽ വന്നിട്ട് എന്നോട് സംസാരിക്കാൻ നിന്നവർക്ക് എല്ലാവർക്കും റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും റിസൾട്ട് ഉണ്ടായിട്ട് കളങ്കം മനസ്സിൽ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് വന്നിട്ട് പകുതി പറഞ്ഞു പോയ ആൾക്കാർക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇത് നിങ്ങളോട് പറയണം, നിങ്ങൾക്ക് തന്നെ അനുഭവത്തിലുണ്ടാവും. ഓരോ ആളും അവരവരെ അനുഭവം എടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നില്ല ആരാന്നൊന്നും, ഒന്നും പറയുന്നില്ല. അത് പകുതി മാത്രം പറഞ്ഞിട്ട് ഒരു ഹിഡൻ അജണ്ടയുമായിട്ട് എന്റെ മുമ്പിൽ വന്ന് സംസാരിച്ചൊരു ഇഷ്ടം പോലെ ഉണ്ട്. ഒരു മാറ്റം അവർക്ക് ജീവിതത്തിൽ വന്നിട്ടില്ല. ഓപ്പൺ ആയിട്ട് എന്റെ ജീവിതം ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്, ഇതാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും അത് മാറിയിട്ടുണ്ട്. എല്ലാവർക്കും മാറിയിട്ടുണ്ട്. മാറിയ എല്ലാവർക്കും ജീവിതത്തിൽ എന്താ പറയാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, നിങ്ങൾ ഒരിക്കലും ആലോചിച്ച് നോക്കിയേ, ഒരാൾക്ക് ഈ 40,000 രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന ഒരാള് 6 മാസം കൊണ്ട് 2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്ക് മാറാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നുണ്ട്? നമ്മളിലുണ്ട്. ഒരിക്കലും ചിന്തിക്കാൻ പോലും അയാൾക്ക് പോലും ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഈ 2,60,000 ഓഫർ ഒരു കമ്പനി നൽകുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. അത് നമുക്ക് സാധിക്കും, അത് പോസിബിൾ ആണ്, നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ ഈ പ്രോഗ്രാം ഞാൻ എഴുതി വെച്ച കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാൻ ഒരിക്കലും ഒരു കോച്ചിങ് ഇങ്ങനൊരു എന്താ പറയാ, നമ്മള് കോച്ചിങ്ങിലൂടെ വലിയ വരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇതൊന്നും അല്ല എന്റെ മൈൻഡിൽ ഉണ്ടായ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ക്ലാസ് വിൽക്കുമ്പോഴും
ഇത്ര രൂപ നിങ്ങളോടാ ചോദിക്കുന്നത്, എത്ര രൂപ ചാർജ് ചെയ്യണം, എത്ര നിങ്ങൾ തരുന്ന ഞാൻ തന്നോളൂ. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു വർഷം ഇത്ര ലക്ഷം രൂപ അല്ല ഇത്ര കോടി രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല, നോർമലി എല്ലാം നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ആഗ്രഹം. ഞാൻ അത് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഒരിക്കലും, ഞാൻ കൃത്യമായി എന്താ പറയുക, സത്യസന്ധമായിട്ട് പറയാം, ഞാനും എൻ്റെ ഭാര്യയും ഈ ആഗ്രഹിച്ചു വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ അയച്ചു, നമുക്ക് ഇങ്ങനെ ഇത്രയും കോടി ഒരു മാസം ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ, വർഷം ബാങ്കിൽ വന്നാൽ രസമായിരിക്കില്ലേ എന്നൊക്കെ തമാശക്ക് പറഞ്ഞ് എഴുതി വെച്ച കാര്യമാണ് 2024 ഡിസംബറിലും എഴുതി വെച്ച കാര്യം. ഞാൻ നിങ്ങളോട് ആരോടും ഒരു കാര്യത്തിലും ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്രയാണ് കോഴ്സിന്റെ ഫീസ് ഒന്നും പറഞ്ഞിട്ടില്ല ആരോടും. എല്ലാ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡിസംബർ 24 ഞാൻ വെറുതെ കഴിഞ്ഞ മാസത്തെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ എടുത്തു നോക്കാറൊന്നുമില്ല. എടുത്തു നോക്കി ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചതൊക്കെ അതിനകത്ത് നിങ്ങളായിട്ട് തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ബിസിനസ്സിലുള്ള വരുമാനം ഒന്നും തൊടാതെ കണ്ട്, അതിലേക്ക് ഉൾപ്പെടാതെ കണ്ട്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഓരോ ആളും നൽകിയിട്ടുണ്ട്. ഇതിലല്ലാതെ കൂടെ ഒരാളും പറഞ്ഞു അറിയാതെ ഞങ്ങൾ ആരോടും പറഞ്ഞു മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓരോ ആളും മനസ്സറിഞ്ഞ് നൽകിയിട്ടുണ്ട്. ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട്. അപ്പൊ അത്രയും നന്ദി നിങ്ങളോട് എപ്പോഴും ഉണ്ട്. മനസ്സറിഞ്ഞ് നൽകിയതൊക്കെ നിങ്ങൾക്ക് അത്രയും മാറ്റം ഉണ്ടാവണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം അതിനകത്തുണ്ട്. നിങ്ങൾ മനസ്സറിഞ്ഞ് നൽകിയൊക്കെ അത്രയും അവിടെ തന്നെ ഉണ്ട്. അതെല്ലാം നല്ലൊരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ട്രസ്റ്റ് ഒക്കെ രൂപീകരിച്ച് ചാരിറ്റി പ്രവർത്തനത്തിന്റെ കാര്യമൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ദൈവം, ഞാൻ രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ പണിയെടുക്കുന്നതിന് കൃത്യമായിട്ട് ദൈവം എനിക്ക് നല്ല രീതിയിൽ തരുന്നുണ്ട്. എൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന, അവർക്ക് നല്ല ശമ്പളവും ജോലി കിട്ടുന്നുണ്ട്. എല്ലാം ഞങ്ങളുടെ പണ്ടുള്ളതിനേക്കാളും അതിൽ ഞങ്ങളുടെ ജോലിക്കകത്ത് ഞങ്ങൾക്ക് വരുമാനം ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇതല്ലാതെ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിനും ദൈവം നിങ്ങളിലൂടെ നന്നായിട്ട് ഞങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ പറയാ, മനസ്സ് വളരെ സ്വസ്ഥമാണ്, സുഖമാണ്, സന്തോഷമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാനൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് സമ്പത്ത് വളരെ ആവശ്യമാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് സമ്പത്തിനെ പറ്റി പഠിപ്പിക്കുക എന്ന് പറയുന്നത് ബുക്ക് നോക്കി പഠിപ്പിക്കാം. പക്ഷെ അതല്ല നമ്മൾ ചെയ്യുന്നത്, അനുഭവങ്ങളാണ് പഠിപ്പിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ അനുഭവങ്ങൾ ഞാൻ ഒരു നമ്പർ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ഞാൻ പറഞ്ഞത്, ഒരു നമ്പർ ഞാൻ എഴുതിയിട്ട് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ എല്ലാം ഞങ്ങൾ പരീക്ഷിച്ചത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് സംഭവിച്ചത് മാത്രമേ ഉള്ളൂ. ഞാനൊരു സ്റ്റോൺ നൽകിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് റിസൾട്ട് നൽകിയിട്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ക്രിസ്റ്റലിനെ പറ്റി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്രിസ്റ്റൽ വെച്ചിട്ട് റിസൾട്ട് ഉണ്ടാക്കിയിട്ട് പറഞ്ഞല്ലോ. ഞാൻ കർപ്പൂരത്തെ പറ്റി പറഞ്ഞിട്ട് എന്തെങ്കിലും ഗുണകരമായി മാറിയിട്ടെന്ന് പറഞ്ഞാൽ കർപ്പൂരത്തില് കാശ് ഇപ്പോഴും ഉണ്ടായിട്ട് മാത്രമേ ഉള്ളൂ. ഉപ്പിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉപ്പ് ജീവിതത്തിൽ അത്ര കണ്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടായത് കൊണ്ടാണ് ഞാനത് ചെയ്ത് കൊണ്ട് ശീലിക്കുന്ന ഒരാളാണ്. സോൾട്ട് വാട്ടർ ടെക്നിക്കിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സോൾട്ട് വാട്ടർ ടെക്നിക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതാണ്. വെറുതെ ഒരു കാര്യവും ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് തന്നിട്ട് ജീവിതത്തിൽ മാറ്റം എടുത്തിട്ടുണ്ടെങ്കിൽ ആ മെഡിറ്റേഷൻ അനുഭവം ശരിക്കും അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അതല്ലാതെ ഇവിടെ ഒരു കാര്യവും ഞാൻ അറിയാതെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയം. ഞാൻ പറഞ്ഞു 133 എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്തില്ലായിരുന്നു. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് കിട്ടിയ റിസൾട്ട് നിങ്ങളോട് ഞാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ട് മാത്രമേ ഞാൻ ഇവിടെ പെരുമാറാറുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവർക്കും ഇതെല്ലാവർക്കും കൊണ്ടും പറ്റുമെന്ന്, ഇത് പറ്റാത്തവരായിട്ട് ആരുമില്ല. ഇപ്പൊ ഞാൻ സൈക്കോളജിയിൽ അത്രയും ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട്, നമുക്ക് ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. പക്ഷെ നമ്മളിവിടെ ഓരോ മനുഷ്യരും വ്യത്യസ്തമായതുകൊണ്ടാണ് നമ്മൾ പല പല ടെക്നിക്കുകൾ പറയുന്നത്. അല്ലെങ്കിൽ പറയും ഒരു ടെക്നിക്ക് പോരെ. കഴിഞ്ഞ പ്രാവശ്യം ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ വന്ന ഒരാൾ ചോദിച്ചു, സാറേ 25-30 ടെക്നിക്ക് അല്ലേ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ബുക്കിനകത്ത് 30 അല്ലെ, ലോ ഓഫ് അട്രാക്ഷന്റെ ഈ പുസ്തകത്തിൽ തന്നെ 30 ടെക്നിക്ക് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിൽ 10-27 ടെക്നിക്കുകൾ വേറെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ ചോദിച്ചത് എന്തിനാ ഇത്ര ടെക്നിക്ക്, ഒരു ടെക്നിക്ക് പഠിപ്പിച്ചാൽ പോലെ. ശരിയാണ്, ഒരൊറ്റ ടെക്നിക്ക് മതി, നിങ്ങൾക്ക് ഒരേ ഒരു ടെക്നിക്ക് മതി ജീവിതം മാറാനായിട്ട്. പക്ഷേ 10,000-കണക്കിന് ആൾക്കാർക്കും 10,000-കണക്കിന് രീതികളാണ്. ഇതിൽ ഏതാണ് എവന് വർക്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ റിസൾട്ട് കിട്ടുന്നില്ലേ, അതിന് എന്നെ അല്ല തെറി പറയേണ്ടത്, നിങ്ങൾ മറ്റൊരു ടെക്നിക്ക് ഉപയോഗിക്കൂ. കാരണം ഓരോ ആളുടെയും തലച്ചോറ് വ്യത്യസ്തമാണ്, ഓരോ ആളുടെയും ജീവിതം വ്യത്യസ്തമാണ്, ഓരോ ആളും ജനിച്ചത് വ്യത്യസ്തനായിട്ടാണ്, ഓരോ ആളും ജീവിക്കുന്ന വ്യത്യസ്തനായിട്ടാണ്. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ ഓരോ ആളുടെയും ഗ്രഹനില വ്യത്യാസമാണ്, ഓരോ ആളും യൂണിക്കാണ്. അപ്പൊ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് നമുക്കിത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത് അങ്ങ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് വേണ്ടി എന്താണ് നമുക്ക് വേണ്ടത് എന്ന് അറിയാം. ഇതല്ലാതെ എന്ത് ചെയ്യാനും പറ്റും?
അപ്പൊ നമുക്ക് വേണ്ടതിലേക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റണം. മനസ്സിനെ ആ ശീലത്തിലേക്ക് കൊണ്ടുപോകണം. പലരും പറയുന്ന കാര്യമുണ്ട്. ഇപ്പൊ സാധാരണ ഞാനൊക്കെ അനുഭവിച്ചത്, നിങ്ങൾക്ക് ഇപ്പൊ ഈ പ്രായത്തില്ലെങ്കിൽ ഞാൻ ചെറിയ കൊച്ചു ആൾക്കാരോട്, ചെറിയ പ്രായത്തിലെ ആൾക്കാരോട് പറയാം, ഇപ്പൊ നിങ്ങൾക്ക് അത്രയും ഉണ്ടാവില്ല. രാവിലെ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തതാണ്. ഞങ്ങൾ UAE-ലാണ്. നിങ്ങൾക്ക് രാവിലെ മെഡിറ്റേഷൻ നൽകുന്ന 5 മണിക്കാണ്. ഞങ്ങൾ 3:30 മണിക്കാണ് എഴുന്നേൽക്കേണ്ടത്, 3:30ക്ക്. എന്നാലോചിച്ച് 3:30 മണിക്ക് എഴുന്നേൽക്കുന്നതെന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആയിരിക്കുന്നത്. ഇപ്പൊ ഈ വീഡിയോ കേൾക്കുന്നവരോട് പറയാം, നിങ്ങളെല്ലാവരും ഇരിക്കുന്നവരാണ്, വീഡിയോ കേൾക്കുന്നത് 3:30 മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് ആലോചിച്ചു. നടക്കില്ലല്ലേ? കഴിഞ്ഞ 1.5 വർഷമായിട്ട് നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇപ്പൊ നിഷാ സിംഗ് പറഞ്ഞു, നിഷാ സിംഗ് UAE-ലാണ് 1:30 മണിക്ക്, ലേഖ 3:30 മണിക്ക്, ഇവരൊക്കെ എന്നെ പോലെ തന്നെ ദുബായിലാണ്. അവര് 3:30 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. എങ്ങനെ നടക്കും? നടക്കില്ലെന്ന് കരുതി നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. അപ്പോ അതുപോലെ തന്നെ പോസിറ്റീവ് ആകണമെന്ന് കുറെ ആൾക്ക് ആഗ്രഹമുണ്ട്. സേവേഴ്സ് തുടങ്ങി, ശുഭാപ്തി വിശ്വാസം നമ്മൾ പറയാൻ തുടങ്ങി. എങ്ങനെ ഇപ്പൊ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഫുൾ പോസിറ്റീവ്, എല്ലായിടത്തും പോസിറ്റീവ്. ആവാൻ പറ്റില്ലെന്നല്ലേ? പഴയ ചിന്തകളൊക്കെ വിട്ടുപോയി നിങ്ങൾക്ക് എല്ലാവർക്കും പഴയ ചിന്തകളില്ല, പഴയതിനെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല. ഇപ്പൊ പറഞ്ഞല്ലേ, ഇല്ല, വിട്ടുപോയി. ഇതെല്ലാം പോസിബിൾ ആണ്. എങ്ങനെ? പണം എങ്ങനെ വരുന്നു, എവിടുന്ന് വരുന്നു അറിയില്ല, പക്ഷെ പണമുണ്ട് സാറേ. ആരോഗ്യം എങ്ങനെ സംഭവിക്കുന്നു? ഇപ്പൊ നല്ല ആരോഗ്യമുണ്ട്, സന്തോഷമുണ്ട്, നല്ല ബന്ധങ്ങൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, അവരിങ്ങോട്ട് വരുന്നു, നമ്മളെ അന്വേഷിച്ച്. സംസാരിക്കാവോ? നമുക്ക് 1 മിനിറ്റ് കിട്ടുമോ? അപ്പൊ എവിടെയാണ് മാറ്റം? എല്ലാവരും പറഞ്ഞു ഈ മാസം മുതൽ ഞാൻ മാറാം, ഒരു മാസം മാറ്റി വെച്ചു. ഇതൊന്നും നടക്കില്ല. ഒറ്റ കാര്യമുള്ളൂ, എന്താണോ വേണ്ടത് അത് തീരുമാനിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ശീലങ്ങളിലേക്ക് കടക്കുക, എല്ലാം നടക്കും. ഇതെല്ലാം മനസ്സിന്റെ അവസ്ഥയല്ല, നിങ്ങൾ തീരുമാനിക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ശീലങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ശീലങ്ങൾ നമ്മൾ ശീലിച്ചെടുക്കുക തന്നെ വേണം, കാരണം അത് ബ്രെയിനിന്റെ പ്രോഗ്രാമാണ്. നമുക്ക് എന്ത് വേണം എന്നത്, ഒരു ശീലം എന്തുകൊണ്ട് രൂപപ്പെടുന്നു എന്ന് അറിയണം. നിങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ന്യൂറോ സയന്റിഫിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കണം എങ്ങനെയാണ് ഒരാൾക്ക് ശീലം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് നമുക്ക് നല്ല ശീലങ്ങൾ അല്ലെങ്കിൽ ചില ശീലങ്ങൾ വിടാൻ പറ്റുന്നില്ല? ഫൈൻഡ് ഇറ്റ്. ഒരാൾ സിഗരറ്റ് വലിക്കുന്ന ശീലം ഉണ്ടാവുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് സിഗരറ്റ് ഒഴിവാക്കാൻ പറ്റുന്നില്ല? അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ കണ്ടെത്തിയാൽ ആ ശീലം സുഖമായിട്ട് കണ്ടെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് ശീലങ്ങളെ, ഒരുപാട് കാര്യങ്ങളെ പറയാനുണ്ട്. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങളോട് ഇത്രയേ ഉള്ളൂ. എത്ര പേര് റെഡിയാണ് 2026-ലേക്കുള്ള ലൈഫ് ഒന്ന് പ്ലാൻ ചെയ്യാൻ? എനിക്ക് എന്ത് വേണം എന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഇന്ന് റെഡി ആവുക ജീവിതത്തെ. എന്നിട്ട് ജനുവരി 1-ാം തീയതി തന്നെ നമുക്കൊരു സേവേഴ്സ്, ഇപ്പൊ കഴിഞ്ഞു നമ്മളല്ലേ, മിറാക്കിൾ മോർണിംഗ് കഴിഞ്ഞു, നമ്മൾ 2 ബാച്ചും കഴിഞ്ഞു. അതിന്റെ പുതിയ വേർഷൻ, മിറാക്കിൾ മോർണിംഗിന്റെ പുതിയ വേർഷനിലൂടെ ഓരോ ദിവസവും ആ ശീലം, നമുക്ക് വേണ്ട ശീലം, എന്ത് ശീലമാണോ എനിക്ക് എന്റെ ഗോളിലേക്ക് എത്തേണ്ടത്, ആ ശീലം പ്ലാൻ ചെയ്യാൻ ജനുവരി 1 മുതൽ തയ്യാറാവുന്നവരെല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് പേരെഴുതിയേ. എത്ര പേരുണ്ടെന്ന്? ഇന്ന് വളരെ ചെറിയ പൈസ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വെറും 555 രൂപ മാത്രമേ ഗോൾ സെറ്റിങ്ങിന് പറഞ്ഞിട്ടുള്ളൂ. ഏറ്റവും ലളിതമായി. നാളെ രാത്രിയാണ് അതിന്റെ ക്ലാസ്. നാളെ കണ്ടിന്യൂസ് അതിന്റെ ക്ലാസ് എടുക്കും. നിങ്ങൾ എഴുതി തയ്യാറാക്കുന്ന എല്ലാവരും ജോയിൻ ചെയ്യണം. നാളത്തെ ജീവിതം അത് കഴിഞ്ഞിട്ട് ജനുവരി 1 മുതൽ നമ്മൾ പുതിയ ശീലത്തിലേക്ക്, മിറാക്കിൾ മോർണിംഗിന്റെ പുതിയ സെഷനിലേക്ക് കടക്കാണ്. ജനുവരി 1 മുതൽ ഓരോ മനുഷ്യനും നിങ്ങള് ഒറ്റയടിക്ക് 25% മാറണ്ട, ഒറ്റയടിക്ക് 50% മാറണ്ട. 1%, ഒരു ദിവസം 1%, ഒരു ദിവസം ഒരു ശീലത്തിന്റെ ഒരു ഭാഗം മാറ്റിയാൽ മതി. 10 ദിവസം കൊണ്ട് ഒരു ശീലം മാറ്റാം, അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് ഒരു ശീലം മാറ്റാം, 50 ദിവസം കൊണ്ട് ഒരു ശീലം മാറ്റാം. മതി, ഒന്നാലും കുഴപ്പമില്ല. മാറ്റം വലിയതായിരിക്കും. അതിനകത്ത് വലിയ ശ്രമമൊന്നും എടുക്കണ്ട, ഫോഴ്സ് ഒന്നും കൊടുക്കണ്ട. ചെറിയ കാര്യം ചെയ്താൽ മതി. വലിയ ത്യാഗമൊന്നും നിങ്ങൾ ചെയ്യേണ്ട. 1% മാറ്റം. 1 വർഷം കൊണ്ട് നമുക്ക് എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റും? ആ ചിന്തകൾ മാറ്റുന്ന, ശീലങ്ങൾ മാറ്റുന്ന ജീവിതം തന്നെ മാറുമെന്നറിയാം. അപ്പോ എനിക്ക് മാറണമെന്ന് സത്യസന്ധമായി ആഗ്രഹിക്കുന്നവർ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അല്ലാത്തവർ വരണ്ട, വെറുതെ സമയം കളയണ്ട. എന്റെയും നിങ്ങളുടെ സത്യസന്ധമായ ജീവിതത്തിൽ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത്ര 555 രൂപ ആരാ ഒരു കോഴ്സ് തരുന്നത്? കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇല്ല, ഒരാൾ എവിടെയും കിട്ടൂല. വിഷൻ ബോർഡിന്റെ ക്ലാസ് ഞാൻ എഴുതി തരുന്നു നിങ്ങൾക്ക്. അതുപോലെ തന്നെ ബിസിനസ്സുകാരോട് പറയണു, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ കിഡിലൻ ടെക്നിക്കുകളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. കിഡിലം. നിങ്ങൾക്ക് വെറുതെ ഇരുന്നാൽ പോലും കസ്റ്റമർ വരുന്ന രീതിയിലുള്ള ടെക്നിക്കുകളാണ്.
അത്രയും അട്രാക്ഷൻ പവറുള്ള ടെക്നിക്കുകൾ പഠിപ്പിക്കുന്ന 7 ടെക്നിക്കുകളെ പഠിപ്പിക്കുന്നു. 7 ദിവസം 7 ടെക്നിക്ക് പഠിപ്പിക്കുന്നുള്ളൂ. ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമാണ്. ഒള്ളി ബിസിനസ്, മറ്റാത്തവർ എടുക്കൂല അതിനകത്ത്. ഒള്ളി ഒരു ബിസിനസ്. അത് നമ്മുടെ ബിസിനസ് മാസ്റ്ററുടെ കാര്യം ഞാനിവിടെ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇവിടെ ഗോൾ സെറ്റിംഗ്സിൽ ചേരുക. അത് കഴിഞ്ഞ് 1-ാം തീയതി മുതൽ നമുക്ക് മാറ്റത്തിന് വേണ്ടി ആദ്യം നമുക്ക് വേണ്ടെന്നാണ് സെറ്റ് ചെയ്യുക. 1-ാം തീയതി പ്രാക്ടീസ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുക. നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ഹാബിറ്റ്സുകൾ ബിൽഡ് ചെയ്യും. നമ്മളിപ്പോൾ ഇനി യോഗ, മെഡിറ്റേഷൻ ഒക്കെ ഒന്നിച്ച് ഞാൻ രാവിലെ തന്നെ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഓട്ടം ഉണ്ടാവും, നാട്ടോടെ എല്ലാം ഉണ്ടാവും. ഒരു സമഗ്രമായിട്ടുള്ള പാക്കേജ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് വേണ്ട ഇത്രയേ ഉള്ളൂ. സത്യസന്ധമായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നവര്, ജീവിതത്തിൽ കുടുങ്ങിയെന്ന് തോന്നുന്നവര്, ഒന്നിനും സ്ഥിരതയില്ലാത്തവര്, നല്ല റുട്ടീൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, ആത്മവിശ്വാസം എനിക്ക് വേണം, കുറച്ച് പണം വേണം, എനിക്ക് ശാന്തി വേണമെന്ന് തോന്നുന്നവർക്ക് മാത്രം ജോയിൻ ചെയ്യാം. ഈ ക്ലാസ് നാളെ തുടങ്ങും. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്ത് ഇതുള്ളവർക്ക് നമ്മുടെ ജീവിതം മാറാത്തത് എന്തേന്ന് ചോദിച്ച് നടക്കരുത്. ദൈവം നിങ്ങളെ മറന്നത് കൊണ്ടല്ല, ഞങ്ങളെപ്പോലുള്ള ആൾക്കാരിലൂടെ ദൈവം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് അറിയുക. ഞാനിവിടെ പറയുന്നതൊക്കെ ദൈവം എന്നോട് പറയാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ എനിക്കൊന്നും ഇതിനകത്ത് ഇതില്ല. അപ്പൊ നിങ്ങൾക്ക് മാറാൻ, ഞാൻ ഇതിനു മുമ്പ് ഒരു കഥ പറഞ്ഞിരുന്നു അല്ലെ, കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ശരിക്കും സംഭവിച്ചൊരു കാര്യമാണ്. വെള്ളപ്പൊക്കത്തിന്റെ ഒരു കഥ പറഞ്ഞിരുന്നു. ദൈവം അങ്ങനെ പല വഴികളിൽ നിങ്ങൾ മുമ്പിൽ വരും. ദൈവത്തെ നേരിട്ട് വന്നിട്ട് കൈപൊക്കി കൊണ്ടുപോയിട്ട് അത് മാറിക്കോ, നീ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ മുക്കിയെടുത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ സംഭവം ചെയ്യാറില്ല. മാമൂലി മുക്കുന്ന ദൈവം നമ്മളെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധനാവണമെങ്കിൽ വഴികൾ ദൈവം കാണിച്ചു കൊടുക്കും. അത് പിടിക്കുക, അത് വഴിക്ക് മുമ്പോട്ട് പോവുക. ചെറിയ ചെറിയ മാറ്റത്തിന് വേണ്ടി തയ്ക്കുക. നമ്മുടെ ജീവിതം മാറാത്ത എന്തുകൊണ്ട് ദൈവത്തിൽ കുറ്റപ്പെടുത്തി നടക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ ശീലങ്ങൾ നമ്മുടെ കയ്യിലാണ്. അത് മാറ്റാൻ പല പല വഴികൾ നമ്മളെപ്പോലുള്ളവർ പറഞ്ഞു തരും. അതിനെ ശീലിക്കുക, എന്നിട്ട് അതിൽ മാറ്റപ്പെടുത്തുക. ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റപ്പെടുത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കണം. അപ്പോഴും മാത്രമാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത്. മറ്റൊരു കാര്യം, ഇത് ഇപ്പോഴും മറന്നുപോകുന്ന കാര്യമാണ്. ചാനൽ നിങ്ങൾ കാണുന്നുണ്ടാവും, യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ടാവും. എല്ലാവരും കാണുന്നവരുടെ ഒറ്റ അഭ്യർത്ഥനയാണ്, ഇവിടെ ഒരു സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ട്. നിങ്ങൾ ആ താഴെ പ്രസ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒന്ന് താഴെ നോക്കി, അവിടെ ചുവപ്പ് ബട്ടൺ ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് അത് പ്രസ് ചെയ്തവരോട് പറയാണ്, പല കാര്യങ്ങളും നമ്മൾ ജോയിൻ മെമ്പേഴ്സ് ഉള്ളിയാക്കി വെച്ചിട്ടുണ്ട്. പല മെഡിറ്റേഷൻ ജോയിൻ മെമ്പേഴ്സ് ആണ്. പല ടെക്നിക്കുകൾ ഇനി വരാൻ പോകുന്നതൊക്കെ മെമ്പേഴ്സിനാണ്. പല ടെക്നിക്കുകളും മെമ്പേഴ്സിന് വേണ്ടി മാത്രം ഇനി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മെമ്പേഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പരസ്യങ്ങളില്ലാതെ കാണാൻ പറ്റും. അപ്പൊ അതും കൂടി ജോയിൻ ചെയ്ത് വെക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മള് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഇരിക്കുന്നവരോട് എല്ലാവരോടും പറയാനുള്ള, നേരത്തെ മെസ്സേജ് അയക്കുമ്പോൾ ചെയ്ത, നിങ്ങൾ ഇപ്പോൾ ഉള്ള ഗ്രൂപ്പുകളിൽ എല്ലാത്തിനും എക്സിറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പിൽ മാത്രം നിന്നാൽ മതി. ഹാപ്പിനെസ് മാസ്റ്ററുടെ ഒരു ഗ്രൂപ്പിൽ, അത് പുതിയൊരു ലോഗോ വെച്ചിട്ടുണ്ട്, അതിൽ മാത്രം നിൽക്കുക. റിലേഷൻഷിപ്പ് മാസ്റ്ററുടെ ഒരു ഗ്രൂപ്പിൽ, ബിസിനസ് മാസ്റ്ററുടെ ഒരു ഗ്രൂപ്പിൽ, മെഡിറ്റേഷന്റെ ഒരു ഗ്രൂപ്പിൽ. അങ്ങനെ ഗ്രൂപ്പ് എല്ലാം ഒന്നായി കുറക്കുന്നു, ബാക്കിയുള്ള എല്ലാം ഒഴിവാക്കുന്നു. കാരണം കുറെ ആൾക്കാർ അവിടെ ഇന്നാക്റ്റീവ് ആയിട്ടുണ്ട്. വെറുതെ നമുക്ക് അവരെ കൊണ്ട് ആരും ഇതാക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് 2026 യാത്രയ്ക്ക് വേണ്ടി തയ്യാറാവുക. എല്ലാവരും നന്ദി, നമസ്കാരം. താങ്ക് യു. ഓക്കെ, ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? ഗോൾ സെറ്റിംഗ്സിനെ പറ്റി ആർക്കും ഡൗട്ടുകളൊന്നും കൊണ്ട് ചോദിച്ചോ? ഞാനും ചേർന്നോട്ടെ? എല്ലാവരും ചേർന്നു, 2026 വേണ്ടതെല്ലാം എല്ലാവരും ചേർന്നു. ശരി, ഓക്കെ, താങ്ക് യു ആൾ. അപ്പൊ എനിക്ക് ഇന്ന് വിഷൻ ബോർഡിന് ക്ലാസ് എടുക്കാനുണ്ട്. താങ്ക് യു. ഞാൻ ചേർന്നിട്ടുണ്ട് സാർ, ഞാൻ ചേർന്നിട്ടുണ്ട്. നല്ലത്. എനക്കത് കുറച്ചും കൂടി ഒന്ന് ഇതാവണം. എന്നാ ഞാൻ ഒരു പുസ്തകത്തിലാണോ എഴുതി വെക്കേണ്ടത് സാർ? അതവിടെ പറയാം. ഞാൻ നാളെ പുസ്തകത്തിലാണ് എഴുതി വെക്കേണ്ടത്. ഒരു ബുക്ക്, എല്ലാവരും പുതിയ ബുക്ക് വാങ്ങിക്കണം. എല്ലാവരും പുതിയൊരു ബുക്ക് തന്നെ വാങ്ങിക്കണം. എനിക്ക് പച്ച മഷി എടുത്ത് പുതിയ മഷി. സാറേ, വിഷൻ ബോർഡില്ലേ, നമ്മുടെ ഹാപ്പിനെസ് ചാരിറ്റിയുടെ വിഷൻ ബോർഡ് ക്ലിയർ ചെയ്യണ്ടേ? വേണം. ജോയിൻ ചെയ്യാവോ ഇന്നത്തെ ക്ലാസ്സിൽ? ഇന്ന് ജോയിൻ ചെയ്യാം. ഇപ്പൊ ലിങ്ക് ഇടാം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ശരി എന്നാ. താങ്ക് യു ആൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു.